മഹത്വമെല്ലാം നമ്മുടെ ദൈവത്തിന്. സ്തോത്രം. ആര് വന്നു എന്നുള്ളതല്ല, ആരാണ് നമ്മെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയത്, അതാണ് നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നടുവിൽ ലഭിച്ച ഈ സമയം ഏറ്റവും അനുഗ്രഹമായി കണ്ടുകൊണ്ട് ആമേൻ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ചർച്ച് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ അടക്കിയായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് 21 കഴിഞ്ഞത്. അപ്പോൾ ഫാസ്റ്റിങ് 21 കഴിഞ്ഞ് സ്തോത്രം അന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മീറ്റിങ്ങിൻ്റെ ഓട്ടമാണ്. അതുകൊണ്ട് ശാരീരികമായി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും വാഹനത്തിനാണ് അവിടെ വരുന്നതെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റിയ ശാരീരിക നിലവാരമായില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ട്രെയിൻ പിടിച്ച് 4 മണിക്ക് തന്നെ ഞാൻ എത്തി. സ്തോത്രം. എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മുറി ദൈവദാസൻ ഒരുക്കി തന്നു. ഒത്തിരി സന്തോഷം. നാളെ ഇതിന് ശേഷം കൊട്ടാരക്കരയിൽ കർത്താവദാസൻ ടിനു ജോർജ് പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് രാവിലെ മീറ്റിംഗ്. ഇത് കഴിഞ്ഞ് അവിടേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള സമയം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കൊച്ചു മെസ്സേജ് ഒരുമിച്ചൊന്ന് ചിന്തിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. അവൻ 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വേദവാക്യം നമുക്ക് എല്ലാവർക്കും ഒന്നെടുക്കാം. അവൻ ആരെങ്കിലും ഒരാൾ ആ വാക്യം ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. സങ്കീർത്തനം 20 അതിൻ്റെ 4-ാമത്തെ വേദവാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, അങ്ങയുടെ മുഖം ഞങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് അവങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. നിൻ്റെ മുഖം ഞങ്ങൾ അന്വേഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ അധരത്തിൽ വരാതെ ദൈവഹിതമുള്ളത് മാത്രം ഇന്ന് ഞങ്ങളോട് ദൈവം സംസാരിക്കണം. ഈ 100 കർത്താവേ വർഷം ഈ സഭയെ അങ്ങ് പരിപാലിച്ചല്ലോ, അങ്ങയുടെ അഭിഷിക്തന്മാരെ അഴച്ചല്ലോ, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചല്ലോ. കർത്താവ് നടത്തിയ എല്ലാ നടത്തിപ്പിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ അകത്ത് ഇന്ന് രാത്രി ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയേറിയതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനാണ്, അല്ലേ? ആമേൻ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ആമേൻ അമേ ചൈതന്യമുള്ളതും ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെയും വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാണ്, അല്ലേ? ദൈവത്തിൻ്റെ വചനം ജീവനാണ്. അത് പ്രസംഗിക്കപ്പെടുന്നിടത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. എവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നു അവിടെയാണ് ചൈതന്യമുണ്ടാകുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട്, അവൻ ജീവിതത്തിൽ നിരാശ ബാധിച്ച് ഇനി ഒരിക്കലും അവൻ മുന്നോട്ട് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞിരുന്ന യാക്കോബിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവൻ ജോസഫ് അഴച്ച രഥം വന്ന് നിന്നപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, ആ രഥം കണ്ടപ്പോൾ അവൻ യാക്കോബിന് ചൈതന്യം വന്നു. ദൈവപൈതലേ, മിസ്രയീമിൽ രാജാവായി മാറിയ, മിസ്രയീമിലെ മന്ത്രിപദം അലങ്കരിച്ച അവൻ ജോസഫ് അഴച്ച രഥം കണ്ടപ്പോൾ അവൻ യാക്കോബിന് ചൈതന്യം വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം രഥം കണ്ടോ കുതിരയെ കണ്ടോ അല്ല, നമ്മൾ ഇന്ന് ചൈതന്യം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനായതുകൊണ്ട് ഇന്ന് രാത്രി ചൈതന്യം പ്രാപിക്കുകയാണ്. ആ വചനത്തെ ചൈതന്യം പ്രാപിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ആരാധിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങണം. ഞാൻ ഒരിക്കൽ ആരംഭത്തിൽ പറയുന്നു, അന്യഭാഷയ്ക്ക് ഞാൻ എതിരല്ല, കരമടിക്കുന്നതിന് ഞാൻ എതിരല്ല. നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് കരമടിച്ചാൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ ഇന്ന് രാത്രി തയ്യാറല്ല. എവിടെ ജനം ആരാധിക്കുന്നു അവിടെയാണ് വിടുതലുകൾ ഇന്ന് രാത്രി വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി വാപൂട്ടി ഇരിക്കരുത്. ആരാധിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങട്ടെ. ഉടപനഘടകധുന ജനഘടകൽ കരകഥന
സബനഗടഗധുരവന ഹൽക്കനഗടഗദന. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. എന്നെ ആമേൻ, സ്തോത്രം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആമേൻ റൂമിലോട്ട് കൊണ്ടുവന്ന അനുഗ്രഹിക്കപ്പെട്ട മോൻ കാലേബ് വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, പാസ്റ്ററിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്, പാസ്റ്ററിന്റെ മെസ്സേജൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ നല്ല കാര്യം. ആമേൻ, അത്ര മെസ്സേജ് കേൾക്കാൻ പറ്റിയ തിയോളജി ഒന്നും എനിക്കറിയത്തില്ല. ദൈവം എന്നോട് ഇടപെടുന്നത് ഞാൻ പറയാറുണ്ട്. പക്ഷേ അതല്ല അവൻ്റെ ചോദ്യം. അവൻ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൻ ഒരു ആത്മീക വളർച്ച പ്രാപിക്കാൻ, പാസ്റ്റർ ചർച്ചിന്റെ പാസ്റ്ററല്ലേ, അനുഗ്രഹിക്കപ്പെടാൻ, വളർച്ച പ്രാപിക്കാൻ, ശുശ്രൂഷ വിജയകരമാകാൻ പാസ്റ്ററിന്റെ ജീവിതത്തിൽ പാസ്റ്റർ ചെയ്തത് ഒന്നെന്നോട് പറയാമോ? ഞാൻ ആ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ അത് ആദ്യമേ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഒന്ന്, എൻ്റെ ചർച്ച് വളർന്നതിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഉപവാസവും പ്രാർത്ഥനയുമാണ്. ആമേൻ, സ്തോത്ര. ആമേൻ. ഒറ്റ കാര്യം പറയുക, ഉപവസിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവന്റെ തലവര ദൈവം മാറ്റും. ഉപവസിക്കുന്നവന്റെ അവൻ മിനിസ്ട്രിയെ ദൈവം വർദ്ധിപ്പിക്കും. ഉപവസിക്കുന്ന സഭയുടെ അതിരുകളെ ദൈവം ഇന്ന് പകൽ വിശാലമാക്കും. ഇന്ന് അവൻ എവിടെയൊക്കെ ഉപവാസമുണ്ടോ, എവിടെയൊക്കെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, അവരുടെ നടുവില് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും, അടയാളങ്ങൾ സംഭവിച്ചിരിക്കും. സഭയുടെ അവൻ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ വിടുതലിന്റെ കാര്യം ഉപവാസവും പ്രാർത്ഥനയുമാണ്. ആമേൻ. ദൈവദാസനെ, ഏതെല്ലാം സഭകൾ ഉപവസിക്കുന്നോ, ഏതെല്ലാം ദൈവദാസന്മാർ ഉപവസിക്കുന്നോ, അവിടെ ഒരു വളർച്ചയുണ്ട്. ഇന്ന് രാത്രിയിലും അങ്ങനെ വളരുന്ന ദൈവസഭകൾ ഇതിനകത്ത് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. ഞാൻ 94 രക്ഷിക്കപ്പെട്ടു വന്നത്. എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയത് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോഷിയാണ്. ആ ദൈവദാസൻ ഒരുപാട് ഉപവസിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു വന്ന് സ്നാനപ്പെട്ടതിൻ്റെ ആമൻ 3-ാമത്തെ ആഴ്ച 21 ദിവസം ഉപവാസം ഇരിക്കാൻ ആ ദൈവദാസൻ പ്രേരണ തന്നു. 3-ാമത്തെ ആഴ്ച 21 ആരംഭിച്ചു. അന്ന് തുടങ്ങി ഉപവാസം കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിയില്ല. ആമൻ. ഒരു 21 കഴിഞ്ഞ് 2-3 ആമൻ ആഴ്ച ആഹാരം കഴിച്ച് അടുത്ത 21 ഇരിക്കും. വർഷത്തിൽ 3 21 ഒരു 40 മാറി മാറി ഉപവസിക്കാൻ തുടങ്ങി. ഉപവാസം ഇരുന്നപ്പോൾ അറിഞ്ഞില്ല ദൈവം ഇതിന്റെ പിന്നിൽ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന്. കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ആമേൻ, സ്തോത്രം, ഉപവസിക്കുന്നതിന് നടുവിൽ ഞാൻ ഒരിക്കൽ ഉപവാസത്തിന് ഇടയ്ക്കൊരു മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നേക്കാൾ വലിയൊരു ഗ്ലാസ്സിനകത്ത് ഒരു വലിയ ആമേൻ ഷാർജ ഷെയ്ക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പാർശ്വ ഉപവാസമല്ലേ, ഇതങ്ങ് കുടിക്ക്. സ്വത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഞാലിപ്പൂവനും തന്നു. എന്നിട്ട് പറഞ്ഞു, ഉപവാസമായതുകൊണ്ടാണ് ഇത് തരുന്ന കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷമായി നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട്? അല്ല, എൻ്റെ അപ്പൻ്റെ അപ്പനും ഒക്കെ ഞങ്ങൾ വിശ്വാസത്തിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപവസിക്കുന്ന ഷാർജ ഷെയ്ക്ക് കുടിച്ചാണോ? നിങ്ങൾ ഉപവസിക്കുന്ന പണ്ണും പഴവും കഴിച്ചാണോ? അതല്ല ഉപവാസം. അതിന് ഉപവാസം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഡയറ്റിംഗ് ആണ്. ഉപവാസം എന്ന് പറയുന്നത് അതല്ല. ആഹാരം മാറ്റിവെച്ച് നിന്റെ ശരീരത്തിന് ആരോഗ്യം തരുന്നതെല്ലാം മാറ്റിവെച്ച് വെണ്ണീറുടുത്ത് കിടക്കാൻ മനസ്സുള്ളവർ എവിടെ എഴുന്നേക്കുന്നോ അവിടെയാണ് ദൈവസഭ വർദ്ധിക്കുന്നത്. ഇന്നത്തെ ഉപവാസങ്ങൾ ആത്മീയ പ്രകടനങ്ങളായി മാറുമ്പോൾ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ പറയുന്നു, ഉപവസിക്കാൻ നീ തയ്യാറാക, സഭയെ ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനിവിടെ കയറി വന്നപ്പോൾ ഈ ചർച്ചിനെയും ഇതിന്റെ സാക്ഷ്യത്വം കേട്ട് എൻ്റെ അകത്ത് വലിയ സന്തോഷമുണ്ടായി. നിന്നിട്ടില്ല ദൈവദാസനെ, ദൈവപ്രവൃത്തി നിന്നിട്ടില്ല. അന്ന് ഉപവസിക്കുന്നവരുണ്ടായിരുന്നു, അന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ അവരുടെ വാക്കിനകത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആമേൻ ഇന്ന് രാത്രിയിൽ അതുപോലുള്ള ചില ദൈവപ്രവൃത്തികൾ തിരിച്ചു പിടിക്കുന്ന ഒരു മീറ്റിംഗായി ഈ മീറ്റിംഗ് മാറട്ടെ. ശബനഘടകധരാധന നിന്നു പോയിട്ടില്ല, ദൈവപ്രവൃത്തി നിന്നു പോയിട്ടില്ല. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ.
ഒന്ന്, ആ കാലേബ് ചോദിച്ചെന്ന് മറുപടി പറയുകയാണ്. ഒന്ന്, അവൻ നിരന്തരമായ ഉപവാസവും പ്രാർത്ഥനയും, അതിനുവേണ്ടി ജനത്തെ ഒരുക്കണം. ഉപവസിക്കുന്ന ഒരു കൂട്ടത്തെ അവൻ റെഡിയാക്കണം. എല്ലാ വർഷവും നടക്കുന്ന 21 days ഫാസ്റ്റിംഗിൽ 200 പേരിൽ കുറയാതെ അവൻ ഫുൾ ഫാസ്റ്റിങ്ങിന് എല്ലാ വർഷവും ആലയത്തിനകത്തുണ്ടാകും. സംഭവിക്കുന്നറിയാമോ? ഒരു ഉപവാസം കഴിയുമ്പോഴും ആലയം പുക കൊണ്ട് നിറയുന്നത് പോലെ ആലയം ആത്മാക്കളെ കൊണ്ട് നിറയും. ഇന്ന് രാത്രിയിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഉപവസിക്കുന്ന ദൈവസഭകൾ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ഉപവസിക്കുന്ന ദൈവദാസിമാർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ഉപവസിക്കുന്ന അഭിഷിക്തന്മാർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ഉപവാസവും പ്രാർത്ഥനയും ആലയത്തിനകത്ത് നിന്നു പോകരുത്. ശബനഘടകധുര. രണ്ട് ഞാൻ മോനോട് പറഞ്ഞത്, അന്യഭാഷയിലുള്ള ആരാധന ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കും. ദൈവദാസനെ അവൻ ഇന്ന് രാത്രി ഒരു ദൂതുകൂടി പറയുക, അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവസഭ വളർച്ച പ്രാപിക്കും. അന്യഭാഷ നിന്നുപോയെന്നും അന്യഭാഷ വ്യാജമാണെന്നും അന്യഭാഷ ശരിയല്ലെന്നും അന്യഭാഷയെ കുറിച്ച് പഠനം നടത്തുന്ന പെന്തക്കോസ്തിന്റെ തലമുറ എഴുന്നേക്കുന്നതിന്റെ നടുവിൽ അന്യഭാഷയിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ആമേൻ. ദൈവസഭയിൽ അന്യഭാഷ നിൽക്കരുത്. അന്യഭാഷയുള്ള ആരാധന ഇതിനകത്ത് ഉയരട്ടെ. മണിക്കൂറുകൾ കരമടിച്ച് ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ദേശത്തിന്റെ കെട്ടുകൾ, ദേശത്തിന്റെ ബന്ധനങ്ങൾ, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ, തലമുറയെ കെട്ടിയ ചില കെട്ടുകൾ ദൈവം അഴിച്ചു മാറ്റും. കരമടിക്കേണ്ടവർ കരമടിച്ച് ഇന്ന് രാത്രി അന്യഭാഷ പറയണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് രാത്രി ആരും കാണികളായിട്ട് ഇതിനകത്ത് വേണ്ട, കാണികളായിട്ട് ആരും വേണ്ട. ഇന്ന് രാത്രി പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ കരം തട്ടി അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ഇന്ന് രാത്രി ആരാധിക്കട്ടെ. ഇതിനകത്ത് അഭിഷേകത്താൽ നിറയപ്പെടാത്ത കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അന്യഭാഷ അടയാളത്തോടെ അഭിഷേകത്താൽ നിറയട്ടെ. ശബനഘടകധുന രഗൽഘടകധന ഉടബലഘടകധന സബലഘടകധുനാധന അൽക്കലഘടകജനാധലാന രേഖദലരബ സന്തലരഗദല ഉടബലഘടകധനാധന ഉടബലഘടകധനാധനാര. ഈട്ടിത്തടിക്ക് തീ പിടിച്ച പോലെ ഇന്ന് രാത്രി കത്തട്ടെ. ഇതിൽ ആലയത്തിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാർ കരമടിച്ച് അന്യഭാഷ പറയട്ടെ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്ര അവൻ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ അത്ര ഇന്ന് രാത്രി പ്രസ്താവിക്കുന്നത്. ഉടബനഘടകൽ ഘടകധനാധന റീബൽ ഘടകക്ഷണ റീബൽ ഭൗഡബല ഘടകധന സബലരഗദലരബ. യെസ്. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവസഭകൾ വർദ്ധിക്കാൻ പോകുകയാണ്. അന്യഭാഷയിൽ ആരാധിക്കുന്ന അഭിഷിക്തമായ ശുശ്രൂഷകൾക്ക് വ്യത്യാസം വരാൻ പോകുകയാണ്. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ. പക്ഷെ ഇന്ന് രാത്രി നീ പ്രാപിച്ച അഭിഷേക ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദി പറ. ഒരു അഭിഷേകത്തിന്റെ പുതുക്കം ഈ രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഉടബന റഗൽ ഘടകധന സബല ഘടകധുന റബൽ ഘടകധന ഉടബന ഘടകധന റബല ബറബബ സബൽ ഫൗഡബന ഘടകധന അൽഖന ഘടക ജാല ഘടകധന ജീബൽ ഫൗഡബൽ ഘടകധന. ജീസസ്.
അവൻ ആത്മാവിൽ കത്തട്ടെ. നിങ്ങൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം അടിച്ചിരിക്കുന്ന വ്യക്തിയിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ 100ാമത്തെ വർഷം ഇതിനകത്ത് ആത്മാവിന്റെ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. പിശാച് കെട്ടിവെച്ചത്, ദുഷ്ടൻ കെട്ടിവെച്ചത് തലമുറക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ കെട്ടിവെച്ച കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. ശബനഹ സഗനഗടഗധുരബന ഹൽക്കനഗടഗദര ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ അവൻ എന്നെ ഉള്ളം തുറന്ന് ഇന്ന് രാത്രി ആത്മാവിലേക്ക് വിളിച്ചു പറയുക. അവൻ ഈ ദൈവദാസന്മാർ എന്നേക്ക് പഴക്കമുള്ള, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള അഭിഷിക്തന്മാർ ഇവിടെയുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്. അവരൊക്കെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിനകത്ത് നമ്മുടെ തലമുറകൾ അന്യായ ബന്ധനത്തിൽ പോകത്തില്ലായിരുന്നു. നമ്മുടെ തലമുറകൾ അവൻ അരുതാത്ത ബന്ധങ്ങളിൽ പോയി അവർ കുടുംബത്തിലായിരുന്നു. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിനകത്ത് നിന്ന് അരുതാത്ത ബന്ധങ്ങൾ, അരുതാത്ത വിവാഹങ്ങൾ, അരുതാത്ത കണക്ഷനുകൾ, ഇതെന്താ വന്നത്? പിശാച് പിടിച്ചുകൊണ്ട് പോയതിന് ഇന്ന് രാത്രി ദൈവസഭ റെഡിയാക, ദൈവസഭ റെഡിയാക, ദൈവസഭ റെഡിയാക. കൊണ്ടുപോകരുത് ഇതിനകത്തുനിന്ന് ഒന്നിനും പിശാച് കൊണ്ടുപോകരുത്. ഇതിനകത്തുനിന്ന് നിന്റെ തലമുറയെ ദൈവശക്തിയാ തിരിച്ചു പിടിക്ക്, ദൈവകൃപയാ തിരിച്ചു പിടിക്ക്, ദൈവ സാന്നിധ്യത്തോടെ തിരിച്ചു പിടിക്ക്. ഓ ജീസസ്, തല കുനിച്ച് നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, തല ഉയർത്തി നിൽക്കാനാ വിളിച്ചത്. ഇത്രയും അഭിഷേകമുള്ള, ഇത്രയും ദൈവ സാന്നിധ്യമുള്ള ഒരു ദൈവമക്കൾ ഇതിനകത്തുള്ളപ്പോൾ പരാജയപ്പെടരുത്. ഉടമനകൾ കരകതലാചനാര വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് എന്റെ ദൈവം പകരുന്നു. ഓ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിലത്ര ദൈവം പകർന്നിരിക്കുന്നത്. പക്ഷെ 10-35 വർഷമായിട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറയുന്ന അന്യഭാഷ ക്ലിയർ ആണോ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ. മനസ്സിലായില്ലല്ലേ? ഇവിടെ 35 വർഷമായിട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഈ മനുഷ്യൻ പറയുക, ഭാഷ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പറയുന്ന അന്യഭാഷ ശരിയാണോ എന്നൊന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞേ. ഞാൻ ഇപ്പൊ എവിടുന്ന ഈ ചിന്ത വന്നേ, ഈ സംശയം വന്നേ? അത് യൂട്യൂബിനകത്ത് ആരൊക്കെയോ പറഞ്ഞ് നാം പറയുന്ന അന്യഭാഷ വ്യാജമാന്ന്, നാം പറയുന്ന അന്യഭാഷ കള്ളത്തരമാന്ന്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇനി എന്നെ പ്രസംഗിക്കാൻ ഇവിടെ കയറ്റിയില്ലാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ച ദൈവ പൈതലേ, ആരും നിനക്കെതിരെ എന്ത് കമന്റ് പറഞ്ഞാലും ഇന്ന് രാത്രി ദൈവസഭ എഴുന്നേറ്റ് പറ. നീ പ്രാപിച്ചത് ദൈവത്തിന്റെ അഭിഷേകമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ആരാധന പോരാ, ഈ കയ്യടി പോരാ, ഈ അന്യഭാഷ പോരാ. ഉടകന രഗൽ ഘടകന ഉടബനഗടകതുര സബലഗടകതുരാധന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ.
സതീഷ് ഭാഷ എൻ്റെ ആദ്യത്തെ കൺവെൻഷൻ ആമൻ ഈ തിരുവനന്തപുരത്ത് 94 നെയ്യാറ്റിൻകരയിൽ വെച്ച് ആദ്യമായിട്ട് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുന്നത് അവിടെയാ. ആമൻ രണ്ടാമത്തത് കള്ളിക്കാട 94 എൻ്റെ ആദ്യത്തെ കൺവെൻഷൻ. അന്ന് തുടങ്ങി അന്യഭാഷയാ. 2025 തീരാറായി, നിന്നിട്ടില്ല, നിർത്തത്തുമില്ല, നിർത്തത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് അഭിഷിക്തന്മാർ എഴുന്നേക്കണം. എന്നിട്ടൂടെ പിശാചെ മതിയാക്കുന്നി. ദൈവസഭയെ ബന്ധിച്ചത്, ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റത്, ദൈവസഭയുടെ അന്തരീക്ഷത്തെ കിടത്തിയത്, ദൈവസഭയ്ക്കെതിരെ നീ കൊണ്ട് കുറ്റം പറഞ്ഞത് നിർത്ത. ഇന്ന് രാത്രി ദൈവസഭ മടങ്ങി വരട്ടെ. ദൈവസഭ വളരണോ? ദൈവസഭ വളരണോ? കയ്യും കെട്ടി നിന്നാൽ ദൈവസഭ വളരുകയില്ല. ദൈവസഭ വളരണമെങ്കിൽ അന്യഭാഷയിൽ ശക്തമായി ആരാധിക്കുന്ന ആരാധന മണ്ഡലം ആലയത്തിനകത്ത് വെളിപ്പെടണം. ഈ രാത്രി അവൻ നിങ്ങളെ വിശ്വസിച്ച് അല്ല, എൻ്റെ ദൈവത്തെ വിശ്വസിച്ച് നിങ്ങളോട് കൂടെ നിന്ന് ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോകുക. ഇല്ല, ഈ തിരുവനന്തപുരം പട്ടണത്തെ ഒരന്ധകാര ശക്തിയും ദൈവസഭയെ ജയിക്കത്തില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയെ ഒരു പൈശാചിക മണ്ഡലവും ജയിക്കയില്ല. വിശ്വസിക്കുന്നവരെ മാത്രം അതിനോട് പ്രതികരിച്ചാൽ മതി. ഈ രാത്രി വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ അഭിഷേകത്തെ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാരാധി. കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ പറയുക, അഭിഷേകത്തിന് വില കൊടുക്കുന്ന ദൈവസഭകൾ വളരും, വളരും. അഭിഷേകത്തെ മാനിക്കുന്ന ദൈവസഭകൾ വളരും, വളരും. മോനെ, ആ താടി വെച്ച ബ്രദർ പ്ലീസ് ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ബ്രദർ തന്നെ ഓടി ഒന്ന് മുന്നോട്ട് വന്നേ. ഓടിവാ, ഒരു മടിയും വേണ്ട, ഓടിവാ, ഓടിവാ. ഇന്ന് രാത്രി ചിലരോടൊക്കെ ദൈവം ചില ദൂത് പറയുന്നുണ്ട്. ആത്മാവിൽ ഇന്ന് രാത്രി മനുഷ്യനോട് ഒരു ദൂതങ്ങ് പറയുക, നിന്നെ ദൈവം ചില ശുശ്രൂഷകൾ പരമേൽപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവനോട് പറയുന്നു, ചില ദുർഭൂതങ്ങളുടെ മേൽ, പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഈ രാത്രി ഒരധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം നിന്റെ മേൽ പരമേൽപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഈ പ്രവചന ദൂത് പരസ്യമായി വിളിച്ചു പറയുന്നു. ഒരു ദൈവകര നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷക്കകത്ത്, നിന്റെ കരങ്ങളിൽ എന്റെ ദൈവം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചുള്ള ദൈവത്തെ ആരാധിച്ചു. കർത്താവേ, നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഒരു തെരഞ്ഞെടുപ്പിന്റെ രാത്രിയായി, ഒരു അഭിഷേകത്തിന് പകർച്ചയുടെ രാത്രിയായി സ്വർഗം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി എത്ര പേര് പറയും തിരിച്ചു പിടിക്കും? ചിലത് തിരിച്ചു പിടിക്കും, ചിലത് തിരിച്ചു പിടിക്കും. അഭിഷേകത്തിനെ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഈ രാത്രി തിരിച്ചു പിടിക്കും. അഭിഷേകത്തോടെ പറ, തിരിച്ചു പിടിക്കും. ചർച്ചിനകത്തുനിന്ന് പോയത് തിരിച്ചു പിടിക്കും. അഭിഷേകം നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കും. സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കും. ആമേൻ, ആമേൻ. ഞാനൊരു വാക്യം പറയും, എന്റെ മെസ്സേജിലോട്ട് വരുന്നേ ഉള്ളൂ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ ലൂക്കോസ് 11:20 ദൈവം തരുന്ന ചില വാക്യങ്ങൾ ഒരു പ്രവചനമായി വിളിച്ചു പറഞ്ഞ് അടുത്ത മെസ്സേജിലോട്ട് വരാം. ഒന്ന് വായിച്ചേ. ആമേൻ. ലൂക്കോസ് 11:20 വാക്യം വായിച്ചേ, വേഗം വായിച്ചു. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, അമ്മോള് വായിച്ച നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ, പ്രസംഗം കൊണ്ടല്ല ഭൂതം പോകുന്നത്, ദൈവശക്തി കൊണ്ടാണ്.
യെസ്, മനസ്സിലായില്ലല്ലേ? ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന 10 പോയിന്റ് പറയുമ്പോൾ അല്ല പിശാചുക്കൾ പോകുന്നത്, ആഭിചാരം അഴിയുന്നത്, മന്ത്രവാദം അഴിയുന്നത്, ശുദ്രം അഴിയുന്നത്, ചിലത് അഴിയുന്നത്. ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ ആ വാക്യം മറക്കല്ലേ. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. അടുത്ത വാക്യം, ബലവാൻ ആയുധം ധരിച്ച്. വാക്യം മറക്കല്ലേ. ബലവാൻ, അവിടെ ബലവാനെന്ന് കൊടുത്തിരിക്കുന്ന പിശാചിനെയ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അങ്ങനെയല്ലേ മോളെ? അവന്റെ വസ്തുവക, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അത് തൊടാൻ കഴിയത്തില്ല, അത് എടുക്കാൻ കഴിയത്തില്ല, അത് പിടിച്ചു മേടിക്കാൻ കഴിയത്തില്ല. എന്നാൽ അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആയുധം നിനക്ക് പിടിക്കണമെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, അവനിലും ബലമുള്ളവൻ വരണം. ഓ, എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. അഭിഷേകനെ അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന ചിലതിനെ, അവൻ അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലതിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ അവനിലും ബലമുള്ളവൻ വരണം. അങ്ങനെയാണെങ്കിൽ ഒരു ദേശത്ത് ഭരിക്കുന്ന അന്ധകാര വ്യാപാരത്തെ ജയിക്കണമെങ്കിൽ സാധാരണ ഒരുത്തം വന്നാൽ ഒക്കത്തില്ല, ഒരു കണ്ണന പ്രസംഗം കൊണ്ടൊക്കത്തില്ല, 10 പോയിന്റ് കൊണ്ടൊക്കത്തില്ല. ഇന്ന് രാത്രി അസാധാരണമായ ദൈവശക്തി എന്റെ മേലും നിങ്ങളുടെ മേലും ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഓ, കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഒരു അസാധാരണ അഭിഷേകം പ്രാപിച്ചോ ഈ രാത്രി, പ്രാപിച്ചോ. സഭന ബലവാനായുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ ഉറപ്പോടിരിക്കുന്നു. അടുത്ത വാക്യം, അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിക്കണം. അവനെ ജയിക്കണം. ഈ രാത്രി അവനെ ജയിക്കുന്ന മീറ്റിംഗ് ആകട്ടെ. അവനെ ജയിക്കുന്ന മീറ്റിംഗ് ആകട്ടെ. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയേ. ആരെ? അയൽവക്കക്കാരനെയല്ല, അടുത്ത സഭക്കാരെയല്ല, നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുന്ന ഒരു രാത്രിയാ ഇന്ന് രാത്രി തീരട്ടെ. കരമുയർത്തി ആമേൻ പറ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ എനിക്ക് മെസ്സേജ് പറയണം, അതുകൊണ്ട് ഞാൻ ആ ദൂതിലോട്ടൊന്നും പോകുന്നില്ല. അവൻ ദൂതിലോട്ടൊന്നും പോകുന്നില്ല. ആ വൈറ്റ് ഷാളിട്ടിരിക്കുന്ന, ഓക്കെ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ്. അതല്ല ഓക്കെ. നിങ്ങളുടെ അവൻ എന്നോട് കർത്താവ് പറയും, നിങ്ങളുടെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ഈ രാത്രി കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾ പാർക്കുന്നതിൻ്റെ ദേശത്ത്, നിങ്ങൾ ശുശ്രൂഷകന്റെ വൈഫാണോ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ചില പൈശാചിക മണ്ഡലങ്ങൾ അവൻ അത് കെട്ടഴിഞ്ഞു മാറാൻ പോകുക. ഒരു പറ്റം ജനത്തെ നിന്റെ ആരാധനയിൽ, മകളെ നീ പറയുന്ന അന്യഭാഷക്കകത്ത് ചില കെട്ടുകൾ അഴിയുന്നു. നിന്റെ നാവിൽ ദൈവം പറഞ്ഞ അന്യഭാഷയ ചില ജാതീയ ശക്തികൾ അഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നിന്നെ രോഗിയാക്കാൻ, നിന്റെ ശരീരത്തെ ബന്ധിക്കാൻ, അവൻ മാറി മാറി നിന്നെ കിടത്തിക്കളയാൻ ശത്രുവിടുന്ന സകല പദ്ധതികളെയും ഇന്ന് രാത്രി എന്റെ ദൈവം തകർക്കുക.
ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷിക്തനെ, നമ്മൾ ഈ എല്ലാ രോഗങ്ങളും രോഗമല്ല, എല്ലാ രോഗങ്ങളും രോഗമല്ല. പ്രത്യേകിച്ച് അഭിഷിക്തന്മാരോടെല്ലാം ഞാൻ പറയുക, നമ്മൾ ഈ ശുശ്രൂഷ നിൽക്കുന്നത് കൊണ്ട് ചിലതിന് ഇന്ന് രാത്രി വെട്ടിക്കയറണം, ഇന്ന് രാത്രി വെട്ടിക്കയറണം. ഞാനൊരു ഇത് ലൈവൊക്കെ പോകുന്നുണ്ട് അല്ലേ, ലൈവ് പോകുന്നുണ്ട്. എന്നാൽ അവരും കൂടി കേട്ടോട്ടെ. എൻ്റെ വൈഫിന് സ്തോത്രം, വൈഫിൻ്റെ പേര് സിന്ധു വന്ന, എനിക്ക് 2 ആൺമക്കളാണ്. ആ സ്തോത്രം, കുറേ കഴിഞ്ഞപ്പോൾ ഈ ഉപ്പൂറ്റി നിലത്ത് ചവിട്ടാനൊക്കുന്നില്ല. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണുനീരോടിയ അവൾ എഴുന്നേക്കുന്നേ, കാല് നിലത്ത് ചവിട്ടാനൊക്കുന്നില്ല, അതുപോലെ വേദനയാ. അവൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ പോകുന്ന കാണുമ്പോൾ അവളെ കണ്ണിനിങ്ങനെ കണ്ണീര് വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുത്തെ ഏറ്റവും നല്ല ഓർത്തോ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, അസ്ഥിക്കകത്ത വേദന, ഒരു കാര്യം ചെയ്യേ, ഞാനൊരു ചെരുപ്പുണ്ടാക്കി തരാം, ആ ചെരുപ്പിട്ടു. മോനെ, 1 അല്ല 2 ചെരുപ്പ് മേടിച്ചിട്ടു, വേദന കുറയുന്നില്ല. അവിടെ നിന്ന് കൊച്ചിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു അസ്ഥിക്കകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യണം, അസ്ഥിക്കകത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു പക്ഷേ അന്നേരം ഈ വേദന മാറുമായിരിക്കും. ഞാൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യേ, വേദന മാറിയേ പറ്റൂ, ഇഞ്ചക്ഷൻ എടുക്കാം. ആ അസ്ഥിക്കകത്തോട്ട് ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ടും വേദന മാറുന്നില്ല. വേദന കൂടിയതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാൻ ആളും പേരും ഒന്നും പറയുന്നില്ല. എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസൻ ഒരു ദിവസം എന്നെ വിളിക്കുക. പക്ഷേ എന്നെ പറ്റി ഞാനേ ഒരു ദൂത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പറഞ്ഞു, പറ മോനെ. പക്ഷേ സിന്ധു ചേച്ചിക്ക്, വൈഫിൻ്റെ സിന്ധു ചേച്ചിക്ക് നാളുകളായിട്ട് ഉപ്പൂറ്റിക്ക് വേദനയുണ്ടല്ലേ, ഉപ്പൂറ്റിക്ക് വേദനയുണ്ടല്ലേ. ഞാൻ പറഞ്ഞുണ്ട്. എത്രയിടത്ത് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോകുന്നിടത്ത് എല്ലാം കൊണ്ടുപോയി. വേദന മാറുന്നില്ലേ? വേദന മാറുന്നില്ല മോനെ. ഇപ്പൊ കാലും നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെ മുറിക്കകത്തോട്ട് കയറിക്കേ, മുറിയടച്ചേ, വാതിലടച്ചേ, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചേ. ഒറ്റ ദൂതനോട്, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ദൈവസഭ വളരാൻ തുടങ്ങിയപ്പോ ദൈവസഭക്കെതിരെ ദേശത്തുന്നുയരുന്ന ആഭിചാരമാണ് അതിന്റെ സൈൻ. അത് പൊട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അകത്തോട്ട് കയറി, രണ്ടുപേരും മുഴങ്കാലം മുടക്കി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ദൈവദാസനെ, അന്യഭാഷ മാറാൻ തുടങ്ങി, അന്യഭാഷ മാറാൻ തുടങ്ങി, ചില ഭാഷകൾ വരാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് എഴുന്നേറ്റപ്പോ ആമേ കാലിന്റെ വേദനയില്ല. ഇന്ന് രാത്രി ഇത് ലൈവ് മീറ്റിംഗ് ആണെന്ന് എനിക്കറിയാം, നിനക്കറിയത്തില്ല. ചില രോഗശക്തികൾ മാറി മാറി കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോ ദൈവസഭ ഇന്ന് രാത്രി അറിയണം, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ഭാര്യക്കെതിരെ പോട്ടെ ഈ രാത്രി അഴിയട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറി മാറി രോഗമിടുന്ന, മാറി മാറി അനർത്ഥങ്ങൾ ഇടുന്ന, ചിലത് അറിയത്തില്ല, മാറി മാറി ആക്സിഡന്റുകൾ, ഒന്നിന്റെ പുറകെ മറ്റൊന്ന്, അപകടത്തിന്റെ മേൽ അപകടങ്ങൾ ശത്രു കൊണ്ടുവന്ന് അനർത്ഥമാക്കാൻ നോക്കുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി അത് അഴിയട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല കുടുംബങ്ങളകത്തുനിന്നും അനർത്ഥങ്ങൾ ഇടുന്ന സകല ദുരാത്മ മണ്ഡലങ്ങളും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് പൊടട്ടെ. എല്ലാം നോർമലല്ല, എല്ലാം നോർമലല്ല. ദേവദാസന് ഞാൻ പ്രസംഗിക്കാൻ എടുത്തു വെച്ച വാക്യം അവിടെ കിടപ്പുണ്ട്, പക്ഷെ എനിക്ക് അതിലോട്ട് വരാനൊക്കുന്നില്ല. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി ചില പ്രൊഫറ്റിക്കൽ ദൂത പറയുക, ഇത് കണ്ടിട്ട് നീ ചുമ്മാതിരിക്കരുത്, അതിന്റെ മീതലോട്ട് കയറണം. അപ്പൊ ഇതിനെ ഞാനൊരു ദൂതെന്ന് പറഞ്ഞോട്ടെ. ഈ കേറി വരുന്നോണ്ട് പറയുക, 102-ാം സങ്കീർത്തനം അരിഷ്ടന്റെ പ്രാർത്ഥനയാ. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? 102-ാം സങ്കീർത്തനം അരിഷ്ടന്റെ പ്രാർത്ഥനയാ. അരിഷ്ടന്റെ അതിന്റെ ഹെഡിങ് അങ്ങനെയാ, അരിഷ്ടന്റെ പ്രാർത്ഥന. തന്റെ ഹൃദയം പെടഞ്ഞപ്പോ, തന്റെ ഹൃദയം വേദനിച്ചപ്പോ ദാവീദ് എഴുതിയ അരിഷ്ടന്റെ പ്രാർത്ഥന. ആമേൻ. അവിടെ ഇങ്ങനെ വാക്യമുണ്ട്, തന്റെ ഹൃദയം ഉരുകി ഓട്ടുകഷ്ണം പോലെയായി, തന്റെ ഹൃദയം പെടച്ചു എന്നൊക്കെയാ 102-ാം സങ്കീർത്തനത്തിൽ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ തനിക്ക് തന്നെ 4 പേരിട്ടു. സങ്കീർത്തനക്കാരൻ തനിക്ക് തന്നെ 4 പേരിട്ടു. 1 മൂങ്ങ, 2 കുരികില്, വേഴാമ്പൽ, അല്ലേ?
വായിച്ചിട്ടില്ലേ നിങ്ങളെ? വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പാമൻ സ്തോത്രം. ആ 102 സങ്കീർത്തന താഴെയുണ്ട്. ഒറ്റക്ക് പുരമുകളിൽ ഇരുന്ന് കരയുന്ന ആമൻ വേഴാമ്പല്, മൂങ്ങ എന്നൊക്കെ പറഞ്ഞ 4 ജീവികളുടെ പേര് ഈ മനുഷ്യനിട്ടു. എന്നാലേ 103 സങ്കീർത്തനത്തിൽ വന്നപ്പോ തനിക്ക് മനസ്സിലായി ആയുസ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മൂങ്ങയായി മാറും. യഹോവ നല്ലവനെന്ന്, ദൈവം സ്തുതിക്കും മാന്യനെന്ന്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അഭിഷിക്തന് ഞാൻ ഒന്നുകൂടി പറയാ, ഈ ജീവിതകാലം മുഴുവൻ കഷ്ടതയും അവൻ നെടുവീർപ്പും പറഞ്ഞിരിക്കുന്നവൻ അവന്റെ ആയുസ് മുഴുവൻ അവിടെ ഇരിക്കും. ആമേൻ. 102 സങ്കീർത്തനത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ കുരിയില, ഞാൻ മൂങ്ങായ, ഞാൻ വേഴാമ്പല. പക്ഷേ 103 വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ ആയുസ് പോക്ക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും, എല്ലാരും പറ, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും. സതീഷ് ഭാഷ, ഞാനൊരു ദൂതങ്ങ് പറയുക. ഈ മനുഷ്യൻ നന്ദി പറയാൻ തുടങ്ങിയപ്പോ പക്ഷികളുടെ രാജാവായ കഴുകന്റെ ചിറക് വന്നു. ദൂത് മനസ്സിലായോ? ഈ മനുഷ്യൻ നന്ദി പറയാൻ തുടങ്ങിയപ്പോ പക്ഷികളുടെ രാജാവായ കഴുകന്റെ ചിറക് ഈ മനുഷ്യന് വന്നു. മൂങ്ങായ മനുഷ്യൻ, കുരികിലായ മനുഷ്യൻ, വേഴാമ്പലായ മനുഷ്യൻ പെട്ടെന്ന് കഴുകനായി മാറി. ദൂത് മനസ്സിലായോ? എവിടെയോ നിന്നെ ഒതുക്കിയിട്ട സ്ഥാനത്തുനിന്ന് നീ ഇന്ന് രാത്രി ആത്മാവിൽ പറക്കാൻ പോകുക, ആത്മാവിൽ പറക്കാൻ പോകുക. ഏറ്റെടുക്കുന്നവരാരാധിച്ചോ? പറ, എനിക്ക് മൂങ്ങയാകാൻ മനസ്സില്ല, എനിക്ക് വേഴാമ്പലാകാൻ മനസ്സില്ല, എനിക്ക് കുരികിലാകാൻ. ശമന ഘടകതുര ജനഘടകന അൽക്കലഘടക റിബൽ ഘടകക്ഷന റീബൽ പൗഡബൽ ഘടകക്ഷന റീബം ധാരകസെ ഉടബന ഘടകന ആരഘടകന ഉടബല ഘടകന. എനിക്ക് മൂങ്ങയാകണ്ട, എനിക്ക് വേഴാമ്പലാകണ്ട, എനിക്ക് കുരികിലാകണ്ട. എനിക്ക് ആരായാ മതി? എനിക്ക് കഴുകനായാ മതി. ഒരു ഹല്ലേലൂയ പറ. എനിക്ക് ആരായാൽ മതി. എല്ലാവരും പറ, ആരായ മതി? അടുത്തിരിക്കുന്ന അവിടെ മുഖത്തോട്ട് കൊള്ളാതെ ആ കൈ എന്നെടുത്തോടെ എനിക്ക് കഴുകനായാ മതി. ഒന്ന് കൈ എടുത്തു പറ, എനിക്ക് ആരായാ മതി? അവൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്ക്. വോട്ട് വെച്ചിന്ന് വന്ന് ഞാൻ പറയുന്നു, എനിക്ക് കഴുകനായാ മതി, എനിക്ക് കുരികിലാകണ്ട. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടേക്കെയോ നിന്റെ ഉയർച്ചയെ തടുത്തത് ഇന്ന് രാത്രി ദൈവം വെട്ടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടേക്കെയോ നിന്റെ ഉയർച്ചയ്ക്കെതിരെ, എവിടേക്കെയോ നിന്റെ നന്മയ്ക്കെതിരെ അവൻ കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി ഉടയട്ടെ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറ. അവൻ സന്തോഷത്തോടെ. ഹല്ലേലൂയ. 20 സങ്കീർത്തനം. യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ജനം രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 20 സങ്കീർത്തനം. 21 സങ്കീർത്തനം ജയിച്ചു വന്ന ജനമെല്ലാം ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനമാണ്. അപ്പൊ യുദ്ധത്തിന് പോകുന്ന ദാവീദിന് വേണ്ടി ജനം പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 20 സങ്കീർത്തനം. 21 സങ്കീർത്തനം പ്രാർത്ഥിച്ചു പോയ രാജാവ് വിജയിച്ചു വന്നപ്പോ വിജയശ്രീലാളിതനായി വന്ന അവൻ ദാവീദിന്റെ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ സങ്കീർത്തനം. ഇത്രയും മനസ്സിലായോ? ഇനി ഞാൻ നേരെ ദൂതിലോട്ട് വരികയാ. എന്നാൽ ജനം ദാവീദിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദാവീദിന്റെ കൈ കൊടുത്ത് പറയുക, രാജാവേ, അങ്ങയുടെ ആഗ്രഹം സാധിപ്പിക്കും, അങ്ങയുടെ ആഗ്രഹം സാധിപ്പിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. നിന്റെ താല്പര്യമൊക്കെയും അവൻ സാധിപ്പിക്കും. ഈ 100ാമത്തെ വർഷത്തിൽ നിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവിടെ തലവണക്കിയ ദൈവസഭയോട് പറയുന്നു, നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ആവശ്യമുള്ളവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ആവശ്യമുള്ളവർ ആമേൻ പറഞ്ഞാൽ മതി. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം ഇന്ന് രാത്രി സാധിപ്പിക്കും. നിന്റെ ഹൃദയത്തിന്റെ താല്പര്യം ദൈവം ഇന്ന് രാത്രി സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ.
ഞാൻ സ്തോത്രം ചർച്ചിൽ പറഞ്ഞു പോന്നപ്പോൾ ഞാൻ ചർച്ചിലെ ദൈവമക്കളോട് പറഞ്ഞു, ചർച്ചിൽ ഒരു പറ്റം ദൈവമക്കൾ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇന്ന് കൺവെൻഷനാ, പ്രാർത്ഥിച്ചോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു കൺവെൻഷൻ അല്ല, ഉണർവ് യോഗമാണ്. അതുകൊണ്ട് കൺവെൻഷൻ്റെ മെസ്സേജ് മാറ്റിവെച്ചു. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ, അല്ല ഞാൻ ക്രൂശ് പ്രസംഗിക്കാനാണ് വന്നേ. പക്ഷെ ഇവിടെ അതല്ല വേണ്ടത്, ഇവിടെ ചിലത് പുറത്തു വരികയാണ് ചെയ്യേണ്ടത്. ആമേൻ. പാസ്റ്റർ എനിക്ക് ഒത്തിരി സമയം എന്നോട് പറഞ്ഞിരിക്കുന്നത് 11 മണിക്ക് നിർത്തിയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കുറഞ്ഞു. 11 മണി വരെ സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരൊറ്റ പിടിപ്പിക്കലെങ്കിൽ പിടിപ്പിക്കാൻ പോകുക. ഇത് എപ്പോൾ നിൽക്കുമോ അപ്പോൾ ഇത് നിൽക്കും. ഒരു ആമേൻ പറഞ്ഞേ അല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. അടുത്തിരിക്കുന്ന 2 പേരോട്, അവൻ ഇടത്തും വലത്തും ഇരിക്കുന്നവരോട് കൈ കൊടുത്തു പറ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഒന്ന് പറ അഭിഷിക്തനെ, നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഒന്ന് പറ, നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. പോരാ പ്രവചിച്ചോണ്ട് പറ, നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഈ 2025 ഈ ഡിസംബർ മാസം 5-ാം തീയതി നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഓ ജീസസ്. ഈ ഇരിക്കുന്ന കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ കരത്തിൻ്റെ മേൽ ഒരു അതിശക്തമായ ഒരു ഉണർവിൻ്റെ ശക്തി ഇരിപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ചില കോട്ടകൾ ദൈവം തകർക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ദൈവം ചില കോട്ടമതിലുകൾ ഇടിച്ചു കളയാൻ പോകുകയാണ്. എന്നോട് കർത്താവ് അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനയാൽ ചില എരിഹോ മതിലുകൾ തകർന്നു വീഴാൻ പോകുകയാണ്. എന്നോട് കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങളുടെ കരം അവൻ ഉയർന്നിരിക്കുന്നതെന്നെ കാണിക്കുന്നു. മോശയുടെ കരം ഉയർന്നിരുന്നത് പോലെ പ്രാർത്ഥനയുടെ കരം ഇന്ന് രാത്രി ഉയർന്നിരിക്കുമ്പോൾ ദേശത്ത് വ്യാപരിക്കുന്ന അന്യാരാധന ശക്തികളെ എന്റെ ദൈവം ഇന്ന് രാത്രി വെട്ടുകയാണ്. പോരാ അതിന് യാമൻ പോരാ. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചവർ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് സാധിപ്പിക്കും. സന്തോഷമാണോ? നമ്മുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. എല്ലാ ആഗ്രഹവും സാധിപ്പിക്കത്തില്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന നിമിത്തം എല്ലാ ആഗ്രഹവും ദൈവം സാധിപ്പിക്കത്തില്ല. ദൈവം സാധിപ്പിക്കുന്ന ഒരു ആഗ്രഹം, ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹം ദൈവം സാധിപ്പിക്കും. 2, ദൈവത്തിനും ദൈവരാജ്യത്തിനും അനുകൂലമായ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. 3, സ്വർഗത്തിലെ ഇഷ്ടം തന്നെ ഭൂമിയിൽ നീ ആഗ്രഹിച്ചാൽ നാളത്തേക്ക് വെക്കത്തില്ല, ഇന്ന് രാത്രി ദൈവം അത് സാധിപ്പിക്കും. 3, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് നിനക്ക് ആവശ്യമുള്ള ഭൗതിക വിഷയത്തിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. 4 കാര്യം ഞാൻ പറഞ്ഞു. സാധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദൈവഹിതപ്രകാരം ചോദിക്ക്, ദൈവം സാധിപ്പിക്കും. ഇനി ഒന്ന് കേട്ടെ. ഒരിക്കലേ വനാന്തരത്തിൽ കിടന്ന ദാവീദിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. കൊട്ടാരം എന്ന് പറയുന്ന പട്ടുമെത്തയില, ദേവദാരു കൊണ്ടുള്ള പള്ളിമെത്ത, ചന്ദനമുട്ടി കൊണ്ടുള്ള കട്ടിൽ. ദാവീദ് വന്ന് രാജാവിന്റെ പ്രൗഢിയിൽ കിടക്കാൻ നേരത്ത് തല വെച്ചു, ചാടിയം എഴുന്നേറ്റു. പുറത്ത് ഇന്ന് യോബാബ് ചോദിച്ചു, സാറേ എന്നാ സാർ ഉറങ്ങാത്തെ? പുള്ളി പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല. അതെന്നാ ഉറക്കം വരാത്തെ? കാട്ടിക്കടം നാടിന്റെ മണവും കൊണ്ട് നടന്ന എന്നെ ഈ കൊട്ടാര സമുച്ചയത്തിനകത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ പെട്ടകം തിരശീലകൾക്കപ്പുറം കിടക്കുമ്പോ എനിക്കിതിനകത്ത് ഉറങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദാവീദ് ഇനി ഇതിനകത്ത് ഉറങ്ങണമെങ്കിൽ എൻ്റെ ദൈവത്തിനൊരു ആലയം പണിയാതെ ഞാൻ ഉറങ്ങത്തില്ല. ഒരു ഹല്ലേലൂയ പറ. അനുഗ്രഹിച്ച് ആശീർവദിച്ച് വളർത്തിയ ദൈവത്തെ മറക്കാത്തവനെ എങ്ങനെ ദൈവം മറക്കും? ഒരു സ്വതന്ത്രം പറ. ഞാൻ ഫോർട്ട് കൊച്ചിയില് സഭാശുശ്രൂഷ തുടങ്ങിയത് 97-ലാണ്, 97-ൽ. ഒരുപാട് പണം ദൈവം തന്നു, ഒരുപാട് കാശ് തന്നു.
വാടക വീട്ടിൽ 12 വാടക വീട്ടിൽ മാറി മാറി താമസിച്ചു. എന്നോട് സ്നേഹമുള്ളവരും കൂടപ്പുറപ്പുറം പറഞ്ഞു, ഒരുപാട് യാത്ര ചെയ്യുന്നതല്ലേ, കിട്ടുന്ന കാശ് കൊണ്ട് എവിടെയെങ്കിലും 5 സെന്റ് സ്ഥലം മേടിച്ച് ഒരു കൊച്ചു കൂര കുത്ത്. പക്ഷേ ഈ വാക്യം എൻ്റെ അന്തരാത്മാവിൽ പണ്ടേ കത്തിയതാ. ഞാൻ പറഞ്ഞു, ഞാനൊരു വീട് പണിയണമെങ്കിൽ എൻ്റെ തമ്പുരാൻ ഒരു ആലയം പണിയാതെ ഞാൻ വീട് പണിയത്തില്ല. അമ്മേ, നിസ്സാര കാര്യമൊന്നുമല്ല. ഫോർട്ട് കൊച്ചിയിൽ ഒരു 10-15 സെന്റ് സ്ഥലം മേടിച്ചൊരു ആലയം പണിയുക. 10-27 ലക്ഷം രൂപ സെന്റിന് വിലയുള്ളിടത്ത് ഒരാലയം പണിതട്ടെ കൂര കുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസ്സിൽ അത് എനിക്ക് സ്വപ്നം കാണാനൊക്കത്തില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം കയറി വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, മക്കളോട് പറഞ്ഞു, മക്കളെ, ആലയം പണിത് അതിന് ഇനാഗ്രേഷൻ കഴിയാതെ നമ്മൾ 1 സെന്റ് സ്ഥലം മേടിക്കത്തില്ല. സതീഷ് പാഷേ ഏറ്റവും കണ്ണായ സ്ഥലത്ത്, ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ആലയത്തിന് സ്ഥലം മേടിച്ചു. ആലയം പണിത് കഴിഞ്ഞപ്പോൾ 1 2 അല്ല, ദൈവം തരേണ്ടതിന് ഇരട്ടി ദൈവം തന്നു. ഇന്ന് രാത്രി വേളയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തെ മറക്കരുത്. ദൈവത്തെ അവൻ ഒരിക്കലും മറന്നു പോകരുത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവദാസന്മാരുടെ കണ്ണുനീരിനാൽ നിന്റെ തലമുറകളെ ജർമ്മനിയിലും അമേരിക്കയിലും UK-ലും ഒക്കെ വിട്ട് പുത്തം പണം കിട്ടിയപ്പോ ദൈവരാജ്യത്തെ മറക്കരുത്, ആലയത്തെ മറക്കരുത്, ദൈവസഭയെ മറക്കരുത്, ദൈവദാസന്മാരെ മറക്കരുത്. ഹല്ലേലൂയ. അച്ഛാ, കിട്ടുന്നതൊക്കെ റബ്ബർ തോട്ടവും, കിട്ടുന്നതൊക്കെ റബ്ബർ തോട്ടവും. പെമ്മക്കയുടെ പേരിൽ അവിടെ സ്ഥലം, അമ്മക്കയുടെ പേരിൽ ഇവിടെ സ്ഥലം. എനിക്കറിയാം, കിട്ടുന്ന കാശ് മുഴുവൻ മക്കളുടെ പേരിൽ സ്വത്തുക്കൾ മേടിച്ചു കൂട്ടിയ അഭിഷിക്തന്മാരെ എനിക്കറിയാം. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല. ആലയം പണിതു, പിന്നെ ദൈവം എല്ലാം തന്നു. ഒരു സ്വത്രം പറ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എൻ്റെ സാക്ഷിയൊക്കെ നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും കുറച്ചു പേരെങ്കിലും കേട്ടു, വളരെ കുറച്ചു പേര്. ആമേൻ. ഞാൻ എൻ്റെ വീട് കൊച്ചിയില്ല. 10 മക്കളാ, 8 ആണും 2 പെണ്ണുമാ. ഞാൻ 10ാമത്തതാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ജനിച്ചതെ മുഴുവിക്കനായിട്ടാ. അതുകൊണ്ടാ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. പോയിട്ട് വിക്കായതുകൊണ്ട് പഠിക്കാൻ ഒത്തില്ല. BA ചെയ്യുന്ന പേരെഴുതാൻ അറിയില്ല. എന്നെ പേരെഴുതാൻ എനിക്കറിയില്ല. സ്കൂൾ വിദ്യാഭ്യാസം അധികം ഇല്ല. അതുകൊണ്ട് 9ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ അപ്പൻ നല്ല മത്സ്യത്തൊഴിലാളിയാണ്. സ്വത്രം ഒരു അല്ലരിയോ പറ. ആമേ, നല്ല മത്സ്യത്തൊഴിലാളിയാ. 2-3 പേര് കൂടി പോയാലോ ഒറ്റക്ക് വെള്ളമെടുത്ത് മീൻ പിടിക്കാൻ പോകുന്നതല്ല, ആരോഗ്യമുള്ള ഒരു അപ്പൻ്റെ മകനാണ്. അതുകൊണ്ട് 9ാമത്തെ വയസ്സിൽ കൊണ്ടുവന്ന് കത്തോലിക്കരാ രൂപത്തിന്റെ നട കൊണ്ട് മുട്ടുകുത്തിയിട്ട് പങ്കായം കയ്യിൽ തന്നിട്ട് അവനെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 9ാമത്തെ വയസ്സോട്ട് മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി. ഒരു അല്ലലിയ പറ. ഈ ചില പാസ്റ്റർമാർ ചോദിക്കും, പാസ്റ്റർക്ക് വേണ്ടി എനർജി എവിടെ നിന്നാ? തണ്ട് വലിച്ചു കിട്ടിയല്ല. 9ാമത്തെ വയസ്സ് തൊട്ടേ ചുമ്മാ കടയും പറഞ്ഞിരുന്നതല്ല, ചുമ്മാ തെക്ക് വടക്ക് നടന്നതല്ല. 9ാമത്തെ വയസ്സ് തൊട്ട് മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി. പുഴയിലും കായലും ഒക്കെ മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി. കൊച്ചേ, നല്ല ഇടിവെട്ടും മഴക്കും, കോരിച്ചൊറിയുന്ന ഇടിവെട്ടും മഴക്കും വെള്ളത്തിൽ കിടന്ന് മീൻ പിടിച്ച പാരമ്പര്യം എനിക്കുണ്ട്. സ്വതന്ത്രം. അവിടുന്ന് ഷോർട്ടായിട്ട് പറയാം, അവിടുന്ന് ജീവിതം തകർന്നു, തരിപ്പണമായി. പണ്ട് ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അത് സത്യഭാഷ. അവൻ ബസ് കാത്തു നിൽക്കും വെയിറ്റിംഗ് ഷെഡിൽ. ഓടി വരുന്ന ബസ് എവിടേക്കാന്നറിയത്തില്ല. അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, അച്ഛാ ഈ വരുന്ന ബസ് എവിടേക്കാന്നൊന്ന് പറയണേ. ആ മനുഷ്യൻ പറയും, പള്ളിമുക്ക്, പള്ളൂരുത്തി. താൻ വായിച്ചു തരുന്ന ബസ്സിൽ കയറിയ യാത്ര ചെയ്തത് പേരെഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയത്തില്ല. ഒരു വാക്ക് പറഞ്ഞാൽ വിക്കി വിക്കി പറയുന്ന മുഴുവിക്കൻ. പക്ഷെ 94 എൻ്റെ യേശുപ്പനെ കണ്ടുമുട്ടി. ഒരു സ്വതന്ത്രം പറ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം, ഈ ദൈവം മരിച്ചവനല്ല, ഇന്ന് രാത്രിയിലും അവൻ ജീവിക്കുന്നവനാ. ഹല്ലേലൂയ. അതാ ഞങ്ങളുടെ ആവേശം.
94 വഴിയിറമ്പി കടന്ന് യേശുവിനെ കണ്ടു. അടിച്ചു, കുത്തേണ്ടത് കുത്തി. ആമൻ കഞ്ചാവ് അടിച്ചും നെറികെട്ട് ലക്കില്ലാതെ പെരുവഴി കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ നിന്ന് പൊക്കിയെടുത്തത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. പക്ഷേ എനിക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഇത് കണ്ടപ്പോ എന്റെ പൊന്നുമോനെ എനിക്കൊരു ഭയങ്കര ആഗ്രഹം, എന്റെ യേശുവിനെ പ്രസംഗിക്കണം. എന്റെ പാസ്റ്ററോട് പറഞ്ഞു, ദൈവദാസനെ 5 മിനിറ്റ് എനിക്ക് യേശുവിനെ പറയണം. പാസ്റ്റർ പറഞ്ഞു, മോനെ ഞാനൊരു ദൂത് പറയാം, കേട്ടോ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ദൈവം നിറക്കും. ഞാൻ പറഞ്ഞു, ചുമ്മാ ഇരുമാസേ ആമേ, എട്ടും പൊട്ടും തിരിയാത്ത എഴുതാനും വായിക്കാതെ വിക്കനായ ഞാൻ വാ തുറന്നാൽ എവിടെന്നാ നീ ടെസ്റ്റ് ചെയ്യേ. എന്റെ വീടിന്റെ 2 സൈഡും തെങ്ങും തോപ്പ. ആരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. ആമേ പറമ്പിലോട്ടിറങ്ങി വെട്ടിയിട്ടിരിക്കുന്ന തടിയുണ്ട്, ഒരു തെങ്ങും തടിയുണ്ട്. അവിടെ ഇരുന്ന് പതുക്കെ സ്തോത്രം പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറയുന്നു, എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറയാൻ. എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങി. എൻ്റെ കാലുകൾ തരിക്കാൻ തുടങ്ങി, എൻ്റെ കൈകൾ തരിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ കൈയടിക്കാൻ തുടങ്ങി. ഒരു ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ച് ഞാൻ തെറിച്ച് താഴെ വീണു. അന്ന് രാത്രിയെ പറമ്പിൽ വെച്ച് ഞാൻ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകത്താൽ നിറഞ്ഞു. ഹല്ലേലൂയ. ആരും തലേ കൈവച്ചപ്പോൾ ഞാൻ അന്യഭാഷ പറഞ്ഞതല്ല. ആരും തലേ കൈവച്ച് പ്രാപിക്കെന്ന് പറഞ്ഞപ്പോ തലേ കൊട്ടിയപ്പോൾ ഞാൻ പ്രാപിച്ചതല്ല. ആരുടെയും കൈവെക്കാതെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തതാ. ഹല്ലേലൂയ. അടുത്തത് ഒരു ദൈവ ശബ്ദം ഞാൻ കേട്ടു. ഓടിച്ചെന്ന് വേദപുസ്തകം തുറക്കാൻ ഓടി വന്ന് വീട്ടിൽ വന്നു, ലൈറ്റ് ഇട്ടു, വേദപുസ്തകം എടുത്തു. പുറപ്പാട് 3-ാം അധ്യായം. അത് ഇന്ന് ഞാൻ മറക്കില്ല. പുറപ്പാട് 3-ാം അധ്യായം. ആമൻ ബൈബിള് തുറന്നപ്പോ കിട്ടിയതാ. വായിക്കാൻ തുടങ്ങി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. 10-26 വർഷമായി രാജ്യങ്ങൾ കടന്നുപോയി എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. ഫോർട്ടുകൊച്ചിയിൽ അനേക ആമൻ നൂറുകണക്കിന് ആളുകളെ സ്നാനപ്പെടുത്താൻ ദൈവം കൃപ ചെയ്തു. 60-ലധികം ദൈവദാസന്മാർ ആലയത്തിനകത്ത് എഴുന്നേറ്റു. ആമൻ ബൈബിൾ കോളേജിന്റെ പഠനമല്ല, പകരം അഭിഷേകം നിന്റെ മേൽ വന്നാൽ ആള് മാറിയതുപോലെയാകും. ഇന്ന് രാത്രി വിശ്വസിക്ക്. ഓ, ജ്ഞാനികളെ ലക്ഷിപ്പിക്കാൻ ദൈവ ലോകത്ത് പോഷത്വമായ ദിനത്ത് ഉടബന റിഗൽ ഘടകദന ഉടബന ഘടകദന റിബല ഘടകദന ഉടബൽ ഘടകച്ചല റീബൽ പൗഷംധൽ ഘടകദന ഉടബല ഘടക റീബൽ ഘടകച്ചന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ആരും എഴുതി വെച്ച് വായിച്ച യേശുവിനെ കണ്ടതല്ല, ജീവിതത്തിൽ അനുഭവിച്ചതാണ്. പക്ഷേ രാവിലെ ഓടി എൻ്റെ ദൈവദാസനെടുത്ത് ചെന്നു. ചെല്ലുമ്പോൾ അന്യഭാഷം പറഞ്ഞാ എന്നെ കെട്ടിപ്പിടിച്ചു. ഭാഷനോട് ചോദിച്ചു, എന്നാ പറ്റിയടാ? ഭാഷ എൻ്റെ വിക്ക് പോയി. എൻ്റെ കുഴപ്പം എന്നാന്നറിയാം, എൻ്റെ നാക്കുണ്ടല്ലോ വളയത്തില്ല, ഇത്രേ പൊങ്ങത്തുള്ളൂ. നാക്കിൻ്റെ അടിയിൽ വള്ളി കണ്ടോ, അത് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്രേ വരും, ഇത്രേ വളയത്തുള്ളൂ. ഇപ്പോഴും ഇത്രേ വളയത്തുള്ളൂ, പക്ഷെ വിക്ക് മാറി. സർജറി ചെയ്തില്ല, അത് പൊട്ടിച്ചില്ല, പക്ഷെ വിക്ക് മാറി. ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഓ, തുമ്പം വരും വേളയിലെ തേടി വന്ന് തെറ്റിടുവാൻ, ദുഃഖം നമ്മെ വാട്ടും പോത് പക്കം വന്ന് ആറ്റിടുവാൻ. തുമ്പം വരും വേളയിലെ തേടി വന്ന് തെറ്റിടുവാൻ, ദുഃഖം നമ്മെ വാട്ടും പോത് പക്കം വന്ന് ஆற்றிடுவார். ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள். ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள். இயேசு நல்லவரே, நமக்கு போதும் மனவரே. இயேசு
இயேசு நல்லவரே, நமக்கு போதும் மாணவரே. அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவரே. அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவரே. இயேசு நல்லவரே, நமக்கு போதும் மாணவரே. രണ്ടും മീനും ഐന്തപ്പവും യേശുവുക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലാമൽ കൊടുപ്പാറയ്യാ. രണ്ടും മീനും ഐന്തപ്പവും യേശുവുക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലാമൽ കൊടുപ്പാറയ്യാ. നമ്പി വന്നാൽ നന്മയുണ്ട്, നന്മ ചെയ്യുന്ന യേശുവുണ്ട്. നമ്പി വന്നാൽ നന്മയുണ്ട്, നന്മ ചെയ്യുന്ന യേശുവുണ്ട്. യേശു നല്ലവരേ, നമുക്ക് പോതും മാനവരേ. ചേർന്ന് യേശു அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். ഹല്ലേലൂയ. ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഓ, ദൈവത്തിന് സ്തോത്രം പറ. എങ്ങനെ ചാടാതിരിക്കും? നിങ്ങൾ ആരും ചാടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചാടും. കാരണം പങ്കായം പിടിച്ച കൈ ബൈബിൾ പിടിപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. രാമൻ പറഞ്ഞേ, എനിക്കിഷ്ടം ഇങ്ങനെ പാടുന്നതും ആരാധിക്കുന്നതും. ഞങ്ങൾ ഒത്തിരി വേദികൾ കർത്താവ് ദാസന്മാരുമായിട്ട് നിന്നിട്ടുണ്ട്. സ്തോത്രം. ഒന്ന് പറഞ്ഞേ, ദേവാധിദേവൻ ദിനംതോറും തങ്കും ദേവാലയം നാമേ. ആവിയാണ് ദേവൻ അച്ചാരമായാൽ അതിശയം അതിശയമേ. ഒന്ന് പറ, ആവിയാണ് ദേവൻ അച്ചാരമായാൽ അതിശയം അതിശയമേ. കുത്തുകലം കൊണ്ടാട്ടമേ എന്റെ സുവിൻ സന്നിധാൻ. അക്കരമടിച്ചു പറ, കുത്തുകലം കൊണ്ടാട്ടമേ എന്റെ സുവിൻ സന്നിധാനത്തിൽ. ആനന്ദമേ ആനന്ദമാനന്ദമേ ഈ അൻപരിൻ പാദത്തിൽ. ആനന്ദമാനന്ദമേ ഈ അൻപരിൻ പാദത്തിൽ. കുത്തുകലം കൊണ്ടാട്ടമേ എന്റെ സുവിൻ സന്നിധാനത്തിൽ. കുത്തുകലം കൊണ്ടാട്ടമേ എന്റെ സുവിൻ സന്നിധാനത്തിൽ. ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. ദൈവം 5 മിനിറ്റ് പ്രസംഗിക്കാൻ പ്രാർത്ഥിച്ച് എന്നെ കൊണ്ട് ഓടിച്ചിട്ട് പ്രസംഗിപ്പിക്കുക. ഒരു ഹല്ലേലൂയ. നിങ്ങളോട് ഞാനൊരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, കർത്താവേ എന്നെ തിരക്കുള്ളൊരു ദൈവദാസൻ ഓടിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഊപ്പാട് വരും. തമ്പുരാൻ ഓടിക്കാൻ തുടങ്ങിയാൽ നിലത്തിക്കാൻ ഒക്കത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തമ്പുരാൻ ചെയ്ത് അങ്ങനെ ചെയ്യും. ഒരാമയും പറ ദൈവ പൈതലേ. ദാവീദിന്റെ ആഗ്രഹം ഒരാലയം പണിയാൻ. അന്ന് ഉറങ്ങിയില്ല. ഇനി അടുത്തത് കേൾക്കണോ? നേരം വെളുത്തപ്പോ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി ഒരു മനുഷ്യൻ വരുന്നു. ആരാന്നറിയാമോ? നാഥാൻ. ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത പ്രവാചകൻ, ഒരു രാജാവിനെയും ഭയപ്പെടാത്തവൻ. രാജാവ് തെറ്റ് ചെയ്താൽ ആ മരണയോഗ്യൻ നീ തന്നെ എന്ന് അരുളപ്പാട് പറയുന്ന ശക്തനായ നാഥാൻ നേരെ വന്നു. ഓടിച്ചെന്ന് കമിണ് വീണു. യജമാനന്റെ വരവിന്റെ ലക്ഷ്യം. ഉടനെ പുള്ളി പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി എനിക്കൊരു അരുളപ്പാടുണ്ടായി. എന്താണ് അരുളപ്പാട്? ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ദാസനായ ദാവീദിന്റെ ഹൃദയത്തിൽ
ഒരാഗ്രഹം വീണിട്ടുണ്ട്, ഒരാലയം പണിയാൻ ഒരാഗ്രഹം. പക്ഷെ നീ അവനോട് പറ, അവൻ്റെ കൈ രക്തം പുരണ്ട കരമാ, ആ കരം കൊണ്ട് ഞാൻ പണിപ്പിക്കത്തില്ല. പക്ഷെ നിന്റെ രക്തത്തിൽ നിന്നും ഒരു തലമുറ പുറത്തു വരും, ഒരു ശലോമോൻ പുറത്തു വരും. അവനെ കൊണ്ട് ഞാൻ ആലയത്തിന് അടിസ്ഥാനം ഇടിയിപ്പിക്കും. ഇന്ന് രാത്രി തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോടൊരു അരുളപ്പാട് പറയാ, നിങ്ങളോടൊരു ദൂത പറയാ. നിന്റെ തലമുറയിലൂടെ നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ആമേൻ പറയാൻ കഴിയുന്നവർ കരമടിച്ചു ദൈവത്തിന് ആമേൻ പറ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. നിന്റെ തലമുറകളിലൂടെ, നിന്റെ കുഞ്ഞിലൂടെ, നിന്റെ തലമുറകളിലൂടെ നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ദൈവം നമ്മുടെ തലമുറകളിലൂടെ, നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കും. ഉറക്കെ ഒരു ആമേൻ പറയാൻ പറ്റുമോ? ആരും ഭാരപ്പെടരുത്. നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾക്കത് പറ്റിയില്ലെന്ന് കരുതി, നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലെന്ന് കരുതി ഭാരപ്പെടേണ്ട. നിങ്ങളുടെ തലമുറകളിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം പണിയിപ്പിക്കും, ദൈവം പൂർത്തീകരിപ്പിക്കും. ഒരു ഹല്ലേലൂയ പറ. എനിക്ക് ഈ കീബോർഡ് വായിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, ഗിറ്റാർ വായിക്കാൻ അതിനേക്കാൾ ആഗ്രഹമാണ്. ഞാൻ സ്തോത്രം ഒന്ന് പയറ്റി നോക്കി, ഒരു ഗിറ്റാർ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് പഠിക്കാൻ നോക്കി. പക്ഷേ ഈ വിരൽ വെച്ച് ഓടിച്ചിട്ട് അങ്ങ് ശരിയാവുന്നില്ല. എന്നെ പഠിപ്പിക്കാൻ വന്ന ആശാൻ പറഞ്ഞു, എൻ്റെ പൊണ്ണ് പാർഷേ, പാർസ് ഇത് വിട്, പാർസ് ഇത് മാറ്റ്, പാർസിക്ക് ഇത് പറ്റത്തില്ല. അവസാനം മോനെ ആ ആഗ്രഹം വിട്ടുകളഞ്ഞു. 22 വർഷം ദുബായി പോയിട്ട് വന്നപ്പോൾ ഒരു കീബോർഡ് മേടിച്ചുകൊണ്ട് വന്നു. അത് വായിക്കാൻ ഒത്തിരി പയറ്റി, അതും നടന്നില്ല. 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മകന് ദൈവം തന്നു. അവൻ്റെ പേര് ലെസ്റ്റർ. അവൻ ഉദരത്തിൽ ഉരുവായപ്പോൾ ഒരു ദിവസം ഞാൻ ആ വയറ്റിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഒരുപാട് നാളുകൾ അവൻ കീബോർഡ് വായിക്കാൻ ആഗ്രഹിച്ചതാ, നടന്നിട്ടില്ല, നീ വായിച്ചേക്കണം. രണ്ടാമതൊരു മകന് ദൈവം തന്നു. അവൻ ഉദരത്തിലായിരുന്നപ്പോൾ നേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി നാൾ ഗിറ്റാർ വാങ്ങിച്ച് അടിച്ചു നോക്കിയതാ, പറ്റിയില്ല, തട്ടിന്റെ മണ്ട കിടപ്പുണ്ട്, വായിച്ചേക്കണം. ഒരു ഹല്ലേലൂയ പറ. രണ്ടിനും ദൈവം അഭിഷേകം ചെയ്യും. ആമേൻ, സ്തോത്ര. ആമേൻ, ആമേൻ. ലോകപ്രകാരം ആമേൻ കലാഭവനിൽ നിന്ന് എടുക്കേണ്ട ഗ്രേഡ് എല്ലാം എടുത്ത് മൂത്തവനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേൻ കീബോർഡിസ്റ്റായിട്ട് മാറ്റി. ഇന്ന് ഓസ്ട്രേലിയയിൽ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും, ഏത് പബ്ലിക് മീറ്റിംഗ് ഉണ്ടെങ്കിലും അവനാണ് കീബോർഡ് വായിക്കുന്നത്. രണ്ടാമത്തെ മോനെ ബേസ് ഗിറ്റാറിൽ, ലീഡ് ഗിറ്റാറിലും അവനെ ഏറ്റവും മാന്യനാക്കി മാറ്റി. അവൻ നിനക്കറിയാമോ, ഇന്ത്യയിൽ അവൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏറ്റവും വലിയ കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല അവൻ ബേസ് ഗിറ്റാറുള്ള അവാർഡ് അവനാ ദൈവം കൊടുത്തത്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ചിലതും നിന്റെ ജീവിതത്തിൽ നടന്നില്ലെന്ന് കരുതി ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിട്ടേക്ക്. നിന്റെ തലമുറയിലൂടെ, നിന്റെ കുഞ്ഞുങ്ങളിലൂടെ, നിന്റെ കുഞ്ഞുങ്ങൾ, യെസ് യെസ്, ഇതൊരു ദൂതാണ്. നിന്റെ തലമുറകളിലൂടെ നിന്റെ വാഗ്ദത്തങ്ങൾ, നിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കും. തലമുറ ഉള്ള ദൈവമക്കൾ കരമടിച്ച് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചു പറ, എന്റെ കുഞ്ഞുങ്ങളിലൂടെ. ശബനഘടകധുര. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഒരു ഹല്ലേലൂയ പറ. അതെ, എനിക്ക് പാടാൻ അറിയത്തില്ല. അവൻ കീബോർഡ് വായിച്ച് പാടാൻ എനിക്ക് അറിയത്തില്ല, ഗിറ്റാർ വായിച്ച് പാടാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ മക്കള് കുടുംബ പ്രാർത്ഥനയ്ക്ക് അവർ കീബോർഡും ഗിറ്റാറുമായിട്ടിരിക്കും. അവൻ നല്ലൊരു സ്റ്റുഡിയോ കൃപയാൽ പണിതിട്ടിട്ടുണ്ട്. സ്റ്റുഡിയോയിലോട്ട് കയറും, ഞങ്ങൾ 3 പേരും കൂടി ആരാധിക്കാൻ നിൽക്കും. അവർ വായിക്കും, വായിച്ചിട്ട് എന്നോട് പറയും, പപ്പ ഇത് ജിയ പപ്പ, ഇത് എഫ പപ്പ. എന്നെ അവർ പാടാൻ പഠിപ്പിച്ചു, എന്നെ എങ്ങനെ ഇതിനനുസരിച്ച് പാടണമെന്ന് പഠിപ്പിച്ചു. തലമുറയെ ദൈവം തന്നാൽ, വാഗ്ദത്തം അവിടെ തന്നാൽ, നമുക്ക് അസാധ്യമായത് അവരിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, നമ്മുടെ തലമുറ ശക്തന്മാരായി മാറും. നമ്മുടെ തലമുറ അതൂതേറ്റെടുക്കുന്നവരാമൻ പറ. നിന്റെ തലമുറ ശക്തന്മാരാകും, നിന്റെ തലമുറ ശക്തന്മാരാകും, നിന്റെ തലമുറ ശക്തന്മാരാകും. ഒരു ഹല്ലേലൂയ പറ.
എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ കേട്ടെടുക്കാം, വേണമെങ്കിൽ വിട്ടു കളഞ്ഞേക്കാം. ഈ സ്തോത്രം നല്ല പോലെ ആരാധിക്കുന്ന പാസ്റ്ററിന്റെ ചർച്ചിലെ ദൈവമക്കൾ നന്നായിട്ട് ആരാധിക്കും. കയ്യും കെട്ടിയിരിക്കുന്ന പാസ്റ്ററിന്റെ ചർച്ചിലെ ദൈവമക്കൾ ആരാധിക്കത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സഭയും ആരാധിക്കും. ഇത് മനസ്സിലായോ? ഒരു അല്ലല്ലോ പറ. എൻ്റെ ചർച്ചിൽ ആര് പ്രസംഗിക്കാൻ വന്നാലും ഞാൻ എഴുന്നേറ്റ് നേരെ മുമ്പിൽ വന്നിരുന്ന് അവർ പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കും. എടാ ഒരു ദൈവദാസന്റെ പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിൽ കൈയടിച്ച് ആരാധിച്ചാൽ എൻ്റെ പ്രസംഗം കേട്ട വേറെ ഒരു കൈയടിക്കും. മനസ്സിലായില്ലേ? അപ്പൻ ആരാധിക്കാത്തടത്ത് മക്കൾ ആരാധിക്കത്തില്ല. അമ്മ ആരാധിക്കാത്തടത്ത് മക്കൾ ആരാധിക്കത്തില്ല. നീ കൈയടിക്കാതെ മക്കളോട് കൈയടിക്കാൻ സാധ്യം പിടിക്കരുത്. ആദ്യം നീ കരമടിച്ചു തുടങ്ങ്. ആദ്യം നീ കൈയടിച്ച് ആരാധിക്ക്. ആദ്യം നീ നൃത്തം ചെയ്യ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിച്ച തലമുറ ആരാധിക്കും. നാം സ്തോത്രം ചെയ്ത തലമുറ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നാം ചെയ്യാത്ത കാര്യം മക്കളോട് ചെയ്യാൻ പറയരുത്. ആമേൻ. ഞാൻ ചർച്ചിൽ വർഷിപ്പ് ചെയ്യും, ഞാൻ നൃത്തം ചെയ്ത് വർഷിപ്പ് ചെയ്യും, തുള്ളിച്ചാടി വർഷിപ്പ് ചെയ്യും. ഞാൻ തുള്ളിച്ചാടുമ്പോ ചർച്ചിലെ ദൈവമക്കളും തുള്ളിച്ചാടും. എന്റെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ ഇന്ന് ഇതിനകത്തുണ്ട്. എന്റെ ചർച്ചിലെ സഹോദരന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് ആരാധനക്ക്. അവിടെ ചോദിച്ചു നോക്കെ, ഞാൻ ചർച്ചിൽ ആരാധിക്കുമ്പോൾ ചുമ്മാ നിൽക്കില്ല, തുള്ളിച്ചാടി നൃത്തം ചെയ്യും. കർത്താവിന്റെ ലോർഡ്സൺ ആന്റണി എന്റെ ചർച്ചിലെ വർഷിപ്പ് ലീഡറാ. ആരാധിക്കാൻ നോക്കുമ്പോൾ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ കൂടെ ദൈവദാസന്മാർ നൃത്തം ചെയ്യും. ദൈവ പൈതലേ, നീ ആരാധിച്ചാൽ സഭ ആരാധിക്കും. ആമേൻ. ദാവീദ് ഗോലിയാത്തിന്റെ തലയെ തകർത്ത സ്ഥലത്ത് ദാവീദിന്റെ സന്തതി ശത്രുവിന്റെ തലയെ തകർത്തത്. മനസ്സിലായെങ്കിൽ ആമേൻ പറയണം അല്ലേ? ദാവീദ് ഗോലിയാത്തിന്റെ തലയെറിഞ്ഞെടുത്ത പിശാചിന്റെ തലയെ തമ്പുരാൻ തകർത്തത്. ഇന്ന് നാം ആരാധിച്ചാൽ നമ്മുടെ തലമുറ ആരാധിക്കും. Glory to Jesus. ലൈവ് അല്ലേ? ഒറ്റ സെക്കൻഡ് ഒന്ന് കട്ട് ചെയ്യാം. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ സെൻട്രൽ പാസ്റ്ററാണ്, ന്യൂ ഇന്ത്യ ചർച്ചക്കോടിൻ്റെ സെൻട്രൽ പാസ്റ്ററാണ്, മിഷൻ ബോർഡിൻ്റെ ഡയറക്ടറാണ്, ന്യൂ ഇന്ത്യ ചർച്ചക്കോടിൻ്റെ. ഒരു അല്ലിലിയൊന്ന് പറ, ലുക്കില്ലെന്നേ ഉള്ളൂ. ഇതുപോലെ എന്നാ പറയാനാ? ഈ സെൻട്രൽ പാസ്റ്റർ ആയ സമയത്ത് ഞാൻ പബ്ലിക്ക് പറയാറുണ്ട്, സെൻട്രൽ പാസ്റ്റർ ആയപ്പോൾ നേരെ പോയി എറണാകുളത്ത് പോയി ശീമാട്ടി പോയി ഒരു നല്ല ജുബാക്ക മേടിച്ചു. എന്നിട്ട് കഞ്ഞുമുക്കി സ്റ്റാർച്ച് മുക്കി തേച്ച് നല്ല ഒടിയൊക്കെ ഇട്ട് ആമേൻ ചർച്ചിൽ വന്നിരുന്നു. എല്ലാവരും ആരാധിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കും, ഗ്ലോറി ഗ്ലോറി. കാരണം എൻ്റെ ഈ അടക്കി തേച്ചത് മടങ്ങിപ്പോവും. അപ്പൊ ഇരുന്നാലും ഞാൻ അവിടെ ഇരുന്ന് ഗ്ലോറി. എനിക്ക് വേറെ ഒരു പരിപാടിയില്ല. കല്യാണം കഴിപ്പിക്കുക, ശവോടക്കുക, ശിശുപ്രതിഷ്ഠ നടത്തുക. എൻ്റെ പൊന്നുമോനെ, ഞാൻ ഉറക്കത്തിലും കല്യാണം നടത്തും. എത്ര കല്യാണം നടത്തിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉറക്കത്തിലും കല്യാണം നടത്തും. എത്ര കുഞ്ഞുങ്ങളെ ശിശുപ്രതിഷ്ഠ നടത്തിയെന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ കല്യാണം നടത്തുമ്പോൾ ബുക്ക് വെച്ച് വായിച്ച് കല്യാണം നടത്തും. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ കണ്ണടച്ച കല്യാണം നടത്തും. ഇഷ്ടംപോലെ കല്യാണം നടത്തി. വേറെ ഒരു പരിപാടിയില്ല. കല്യാണം കഴിപ്പിക്കുക, ശവോടക്കുക, ശിശുപ്രതിഷ്ഠ നടത്തുക, പിന്നെ ഈ ജൂബ ഇടുക. ഒരു ദിവസം എൻ്റെ ഇളയ മോൻ വന്നിട്ട് പറഞ്ഞു, പപ്പയുടെ സ്നേഹമുള്ളതുകൊണ്ട് പറയുക, പപ്പ ഈ സാധനം ഊരി തമ്പിച്ചാനും കൊടുത്തിട്ട് നേരെ ചൊവ്വ തുള്ളിച്ചാടി ആരാധിക്ക്, നരകത്തിൽ പോകും. ഹല്ലേലൂയ. എടാ ഞാൻ പറയടാ, ഞാൻ നിന്റെ അപ്പനായതുകൊണ്ടാ പറയുന്നേ. ഈ കുപ്പായ ഊരി കൊടുത്തിട്ട് മര്യാദക്ക് തുള്ളിച്ചാടി എങ്ങനെ നൃത്തം ചെയ്ത് ആരാധിച്ച പപ്പയ. ഈ ഉടുപ്പിട്ട് സെൻട്രൽ പാസ് ആയപ്പോ കയ്യൊടിക്കത്തില്ല, കാലും പൊക്കത്തില്ല, ഇപ്പൊ വിറപ്പിക്കല് മാത്രം. നേരെ തമ്പിച്ചാനെടുത്ത് തന്നു. തമ്പിച്ചാ ഇന്ന പിടിച്ചോന്ന് പറഞ്ഞു, ഈ സാധനം ഇതെനിക്ക് ശീലമില്ല, പിടിച്ചോ. തമ്പിച്ചാമ്പൻ എൻ്റെ പൊന്നുമോനെ, നീ 32ാമത്തെ വയസ്സിൽ സെൻട്രൽ പാസ് ആയതാ, ഇപ്പൊ എനിക്ക് 54 വയസ്സായി. ഇതല്ലല്ലോ എന്ന് പറഞ്ഞു. 32ാമത്തെ എന്നോട് പറഞ്ഞു, ആമൻ ഉടുപ്പം തയ്പ്പിച്ച് കാത്തിരിക്കുക പലരും സെൻട്രൽ പാസ് ആകാൻ. അപ്പൊ നിനക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എന്നാ പിടിച്ചോ.
ഊരിക്കൊടുത്തു. അന്നോട്ട് ഞാൻ ഫ്രീ ആയി. ആയുസുണ്ടെങ്കിൽ സെൻട്രൽ പാസ്സാകരുത്, ആയുസുണ്ടെങ്കിൽ സെൻട്രൽ പാസ്സാകരുത്. ഒരു അല്ലെന്ന് പറഞ്ഞേ. ഇനി സെൻട്രൽ പാസ് ആകണം മാത്രമല്ല, സെൻട്രൽ പാസ് ഭാര്യമാർക്ക് എന്നെ തലക്കനവാ. ആലയത്തിനകത്ത് വരുമ്പോ ആ സാരിയൊക്കെ ഇട്ട് കറക്കി ഒരു വരവുണ്ട്. ഓ അടങ്ങിക്കോ, ഒരു അല്ലെന്ന് പറഞ്ഞോ, ഒരു സ്വോത്രം എന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് രാത്രി ഒറ്റ പോക്കും ഇനി വരത്തേ ഇല്ല. പക്ഷെ ഒരു കാര്യം അറിയണോ, നീ ആരാണെങ്കിലും, പ്രസിഡന്റ് അല്ല സെൻട്രൽ പാസ് ആണെങ്കിലും, ഏത് കുപ്പായി വിട്ടാലും ആരാധിക്കാൻ ഒരു മടിയും കാണിക്കരുത്. തുള്ളിച്ചാടി ആരാധിച്ചേക്കണം, നൃത്തം ചെയ്ത് ആരാധിച്ചേക്കണം, ആത്മാവിൽ ആരാധിച്ചേക്കണം. അതാണ് ദൈവം തരുന്ന മാന്യത. ഹല്ലേലൂയ. കുഞ്ഞെ, നീ ആരാധിച്ചാൽ നിന്റെ സഭ ആരാധിക്കും. പിതാവേ, നീ ആരാധിച്ചാൽ നിന്റെ തലമുറ ആരാധിക്കും. മാതാവേ, നീ ആരാധിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങൾ ആരാധിക്കും. ഓ, ഒരു ഹല്ലേലൂയ എന്ന് പറ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഞാൻ ആലോചിക്കുക, ഭാഷ ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ വന്നിട്ട് ഈ 2-3 മണിക്കൂർ എങ്ങനെ ഇവർക്ക് അനങ്ങാതിരിക്കാൻ ഒക്കുന്നു? ഒരു ഹല്ലേലൂയ പറ. അച്ഛാ, ഇതിനകത്ത് ഈ കോവിഡ് വന്നപ്പോൾ ശവമടക്കം നടത്തിയ ഭാഷന്മാർ ആരെങ്കിലും ഉണ്ടോ? ഭാഷ നടത്തിയല്ലേ? എങ്ങനെയായിരുന്നു? ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ നടത്തിയിട്ടില്ലല്ലേ? അച്ഛാ, ഞങ്ങൾ നടത്തി. മറ്റേ കിറ്റ് വിട്ട് 32 വയസ്സുകാരൻ ചത്തു കിടന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? കൊണ്ട മൂട് പാസ്, എനിക്ക് ബിപിയും ഷുഗറുവാ, എനിക്ക് കാണണ്ടെന്ന്. അതാ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച സംഭവം. 32 വയസ്സ് മോനെ, എന്റെ ബോഡി ബിൽഡറാണ് അവൻ. അവൻ ജിമ്മിൽ പോയി അവൻ പിള്ളേർക്ക് ക്ലാസ് കോച്ചിങ് കൊടുക്കുന്നവനാ. അവന്റെ ശവടക്കം വന്നപ്പോ പറയുക, എനിക്ക് കാണണ്ട, എനിക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, അടക്കിക്കൊള്ളാൻ. ആംബുലൻസ് ഡ്രൈവറും ഞാനും മാത്രം. അതിനകത്തൊന്ന് കൊണ്ടുവന്ന് നിന്നെ ഇരുത്തിയത് നിന്റെ മസൽ പവർ കണ്ടിട്ടൊന്നുമല്ല, നിന്റെ മണി പവർ കണ്ടിട്ടുമല്ല. കൃപയാൽ 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 ദൈവത്തിന് ദയ തോന്നി. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടം മറന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചേക്കണം. അന്ന് അതിനകത്ത് പെട്ടുപോകാതിരുന്നത് ദൈവത്തിന്റെ കരുണ. കരുണയല്ല ഭാഷ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ആമേൻ, ഞാൻ ഒരു 3 ആഴ്ച ഒരു കൺവെൻഷന് വേണ്ടി USA-യിൽ 4-5 സ്റ്റേറ്റിൽ 3 ആഴ്ച കൊണ്ട് 5 സ്റ്റേറ്റിൽ കൺവെൻഷൻ പ്രസംഗിച്ചു. 3-ാമത്തെ ആഴ്ച തിരിച്ചു പോന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറയുക, എൻ്റെ പൊന്ന് ദൈവദാസന്മാരെ, കൊണ്ടുവന്ന് കൂട്ടിയിട്ട് JCBക്ക് കൂട്ടിയിട്ട് മണ്ണുവാരിയാ കത്തിച്ചുകൊണ്ടിരുന്നതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കോട്ടിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റു കോട്ട് വിട്ട് അനങ്ങത്തില്ലായിരുന്നു. കോട്ടിനകത്തൊരു പോക്കറ്റ് ഉണ്ട്, അതിന് സൺഡേ കോട്ടെന്നാണ് പറയുന്നത്. സൺഡേ കോട്ട്. ആ കോട്ട് സൺഡേ പോകുമ്പോഴാണ് ഇടുന്നത്. അത് കൊണ്ടുവന്ന് ഡോറിൻ്റെ ബാക്കിൽ തൂക്കിയിടും. അതിനൊരു പോക്കറ്റ് ഉണ്ട്, ബൈബിൾ അവിടെ കിടക്കും. ആ ബൈബിൾ എടുക്കാറില്ല, അത് അവിടെയാണ് കിടക്കുന്നത്. അതിന് സൺഡേ കോട്ടെന്നാണ് പറയുന്നത്. പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോൾ ആ കോട്ടൊക്കെ പലരും മാറി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇച്ചിരി വ്യത്യാസം വന്നു. പക്ഷെ ട്രിവാൻഡ്രത്ത് ഇച്ചിരി കൂടി വ്യത്യാസം വരാനുണ്ട് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തവർ, എൻ്റെ പൊന്നച്ച, ആയുസ് ദൈവം തന്നതാ, നേരെ ചൊവ്വേ ആരാധിച്ചു എന്ന് പറ. ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട്, ആയുസ് ദൈവം തന്നതാ, ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസേ ഞാൻ പറയണം, പറയാം. ഒരു വിശ്വാസി അന്ധവിശ്വാസം വലിച്ചു കിടക്കുക, ചാകുന്നില്ല. അപ്പോൾ ഒരു പാർശ്വ വന്ന് പ്രാർത്ഥിച്ചിട്ട്, എത്ര പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പച്ചൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ പുള്ളി പോകാൻ നേരത്ത് ഇളയ മോനോട് പറഞ്ഞു, ഒരു ബീഡി കത്തിച്ച് വായിലോട്ട് വെച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛാ, നടന്ന സംഭവം. ആ ഇളയ മോൻ ചോദിച്ചു, എന്നാ ഒരു ബീഡി കത്തിച്ചു കൊടുക്കാൻ? ഈ അപ്പച്ചൻ ഒളിച്ചിരുന്ന് നിങ്ങളെ കാണാതെ എന്നും വലിക്കുമായിരുന്നെന്ന്. അതിനുവേണ്ടിയാണ് ഈ വലിക്കുന്നതെന്ന്. അവൻ പറഞ്ഞു, ഞാൻ കൊടുക്കണോ? പിന്നെ ആര് കൊടുക്കണം? ഞാൻ കൊടുക്കുന്നു. അന്നേരം പറമ്പിൽ പണിക്ക് വന്ന സജീവനുണ്ട്, സജീവൻ വീടി വലിക്കും. സജീവനെ കൊണ്ട് കൊടുപ്പിക്കാം. സജീവൻ കൊണ്ടുവന്നൊരു മുറി വീടി കത്തിച്ചിട്ട് വായിലോട്ട് കഴിച്ചു. ഒരു പപ്പ് എടുത്തു, അപ്പച്ചൻ്റെ തട്ടി.
ഇതിനെയൊക്കെ വെച്ചാ നമ്മൾ ഈ അന്യഭാഷ പറയുന്നത്. എവിടെ നിന്ന് ഗതി പിടിക്കാനാ? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഒരു സ്വത്രം എന്ന് പറ. നമ്മളിവിടെ തകടം പറയുക, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മാവ് വരാ, ഉണർവുണ്ടാകാൻ. എങ്ങനെ ഉണർവുണ്ടാകും? പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഒന്ന് ബലപ്പെടേണ്ട ഉണർവുണ്ടാകാൻ. ഒരു ഹല്ലേലൂയ എന്ന് പറ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാനേ ഒരു പ്രവാചകനാ. ആമൻ, മനസ്സിലായില്ലല്ലേ? പേര് വിളിച്ച് പ്രവചിക്കുന്ന പ്രവാചകനല്ല, വചനം ശുശ്രൂഷയിലൂടെ പ്രവചന ദൂത് പറയും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ പുകവലി എല്ലാം നീ മാറ്റിവെച്ചോ. ആരെയും കളിപ്പിക്കരുത്. ഈ സാന്നിധ്യം ചലിക്കുന്നതിന്റെ നടുവില്, ദൈവത്തെ ആരാധിക്കുന്ന നടുവില് വിടേണ്ടത് വിട്ടോ, വിട്ടുകളയേണ്ടത് വിട്ടുകള. ദൈവത്തെ പഠിക്കല്ലേ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ മെസ്സേജിലേക്ക് വരാം. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. സഭ ഒന്നടങ്കം ഇടിച്ച് പൊളിക്കുന്ന പോലെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അമ്മച്ചിയുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. പച്ച ഷർട്ടിട്ട ബ്രദർ, കരിമ്പച്ച. ഓക്കെ, മോൻ തന്നെ. മോൻ തിരിഞ്ഞു നോക്കിയ മോൻ ഒന്ന് എഴുന്നേറ്റേ. മോനെ കുഞ്ഞ്, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. നമ്മുടെ നിന്റെ കുടുംബത്തിനകത്തൊന്നും ദൈവം നിന്നെ സെലക്ട് ചെയ്യുക. ആമേ, ദൈവദാസന്റെ മോനാ അല്ലേ? ഓക്കെ, ദൈവം നിന്നെ സെലക്ട് ചെയ്യുക. നിന്റെ മേലൊരു ഭയങ്കര നിയോഗം ഇന്ന് രാത്രി വീഴുകയാണ്. നീ എവിടെ പോയാലും, ഏത് ദിശ പോയാലും, അവൻ ചില പേപ്പർ വർക്കുകൾ ഒക്കെ നിന്റെ മുമ്പിൽ ചെയ്യുന്നത് ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിനോട് പറയുന്നു, യെസ് യെസ്, ചില പേപ്പർ വർക്കുകൾ നിന്റെ മുമ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ നീ പോകും. നീ പോകേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോ, നീ പോകും. പക്ഷെ നീ പോയാലും എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ നിന്നെ പ്രയോജനപ്പെടുത്തും. നിന്റെ അത്തരങ്ങളുടെ മേൽ ഒന്ന് ഓടി വരാമോ? ഒന്ന് ഓടി മുന്നോട്ട് വന്നേ മോനെ, ഓടി മുന്നോട്ട് വന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാണാനൊക്കത്തില്ലായിരുന്നു, പക്ഷെ കർത്താവ് നിന്നെ സ്പോട്ട് ചെയ്തു. അതുകൊണ്ടാ ഓടി വാ. നിനക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി ചില കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിൽ ചില ചോദ്യമുണ്ട്. എനിക്ക് വേണ്ടി ആര് ചെയ്യും? എനിക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ ഒരുക്കപ്പെടും? ആരെനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്? ഒരു വഴിയും എൻ്റെ മുമ്പിൽ ഇല്ലല്ലോ. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ ഭാരപ്പെടണ്ട കേട്ടോ, നിനക്ക് വേണ്ടി വഴികൾ തുറക്കുക ദൈവ. എന്നോട് ദൈവം പറഞ്ഞു, ആ പേപ്പറുകൾ വേഗത്തെ സീല് പതിക്കും. ചില സീലുകൾ അതിൽ വരും. നീ മടുത്തു പോകരുത്. നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി, ഒരുപക്ഷെ ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടിയാ, നിന്റെ ഒരു നിയോഗത്തിന്റെ മീറ്റിംഗാ. കർത്താവേ, നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. നല്ലൊരാമേൻ പറ. കരമുയർത്തി നല്ലൊരാമേൻ പറ. നമ്മുടെ ആഗ്രഹം ദൈവം ചെയ്യും, സാധിപ്പിക്കും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വേദപുസ്തകത്തിൽ ആഗ്രഹം ആരംഭിച്ച സ്ഥലം എവിടെയാ? ഉറക്കെ പറ, കേട്ടില്ല. വേദപുസ്തകത്തിൽ ആഗ്രഹം ആരംഭിച്ച സ്ഥലം പറ. ദൈവാസം പറഞ്ഞല്ലോ, എവിടെയാ? ഏദനിൽ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ? പക്ഷെ ഏദനിലല്ല. വേദപുസ്തകത്തിൽ ആഗ്രഹം ആരംഭിച്ചത് അങ്ങ് സ്വർഗത്തിലാ അല്ലേ? ലൂസിഫറിന്റെ ഹൃദയത്തിലാ. ആഗ്രഹം ആരംഭിച്ചത് ഇവിടെയല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ഒരു വെട്ട് ദൈവം വെട്ടാൻ പോവുക. ആഗ്രഹം ആരംഭിച്ചത് അങ്ങ് സ്വർഗത്തിലാ. എവിടെ? പിശാചിന്റെ ഹൃദയത്തിനകത്ത്. എന്താണ് ആഗ്രഹം? ഞാൻ കയറും, ഞാൻ മീതെ കയറും, ഞാൻ ഇരിക്കും, ഞാൻ വാഴും, ഞാൻ അരുളപ്പാട് കൊടുക്കും. 5 പ്രാവശ്യം യെശയ്യാവിൽ ഞാൻ 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 എന്ന് പറഞ്ഞു. എന്താണ് ഇവൻ ആഗ്രഹിച്ചത്? അവൻ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? സിംഹാസനത്തിന് മുമ്പിൽ ചിറക് വിരിച്ച് സിംഹാസനം മറഞ്ഞിരിക്കുന്ന കെരൂബ്, കോടാനുകോടി ലക്ഷോപലക്ഷം ദൂതന്മാർ രാപ്പകൽ
ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്താരാധിക്കുമ്പോൾ ഇടിച്ച് കയറി വരുന്നു ദൈവ സാന്നിധ്യം. ഈ സാന്നിധ്യം സ്വർഗം മഹിമയിലേക്ക് വന്നിട്ട് ഈ സ്വർഗത്തിലെ സിംഹാസനം ഉയർന്നും പൊങ്ങിയും താണും ഉയർന്നും ഈ സിംഹാസനം ഇങ്ങനെ മഹത്വത്തിൽ തേജസ്സുകൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ലൂസിഫറിന് ഒരു ചിന്ന ആഗ്രഹം, ഇതൊരൽപ്പം മഹത്വം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. ഇടിച്ചിറങ്ങുന്ന ദൈവ സാന്നിധ്യം സ്വർഗസിംഹാസനത്തിലേക്ക് ഇടിച്ചു ചെല്ലുമ്പോ ഇത് കണ്ട ലൂസിഫറിന് ഒരു ചിന്ന ആഗ്രഹം, ഇതിനകത്തുന്നൊരൽപ്പം സാന്നിധ്യം എനിക്ക് പിടിക്കണം. അതുകൊണ്ട് ഇവിടെ ഇരുന്നാലൊക്കത്തില്ല, ഇവൻ ഇരിക്കുന്നതിന്റെ മീതെ കയറണം, ഇവൻ ഇരിക്കുന്നതിന്റെ മണ്ടലോട്ട് കയറണം. അവൻ ആഗ്രഹിച്ചതേ ഉള്ളൂ, തമ്പുരാൻ വെട്ടി അവനെ താഴേക്കിട്ടു. ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി ആലോചന പറയുന്നു. ദൈവസഭയുടെ ആരാധന, ദൈവസഭയുടെ പ്രവൃത്തി തിരിച്ചു പിടിക്കാൻ നോക്കുന്ന അന്ധകാര വ്യാപാരത്തെ ഇന്ന് രാത്രി എന്റെ ദൈവം വെട്ടും. ഹല്ലേലൂയ! ദൈവ സാന്നിധ്യത്തെ തിരിച്ചു പിടിക്കാൻ, ദൈവ മഹത്വത്തെ തിരിച്ചു പിടിക്കാൻ, ദൈവ സാന്നിധ്യത്തെ പിടിച്ചു മാറ്റാൻ, ദൈവ കൃപയെ ഡൈവേർട്ട് ചെയ്യാൻ ഒതുക്കുന്ന വ്യാപാരം ആത്മാവിൽ ഇന്ന് രാത്രി തീ പിടിക്കട്ടെ, ആത്മാവിൽ കത്തട്ടെ. ദൈവത്തിന്റെ ശക്തിന, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം തിരിച്ചു പിടിക്കാൻ. ഓ അമ്മ ഇന്ന് രാത്രി ചില നാഗശക്തികൾ ഇന്ന് രാത്രി ദൈവസഭയ്ക്കെതിരെ, ദേശത്തിനെതിരെ പ്രബലമായി നിൽക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി ദൈവം വെട്ടാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷ പ്രാപിച്ചവർ Udabala dibalaba, sibalaba ribale, udagala dibalo, halka ribano, udababa ribabe, udaba ribaba, halka ribane, udababa ribabe, sibalaba ribabe, udaba ribabe, udagala dibabe, udaba ribabe, halka ribane, origadaga dibalaba, udababa ribalaba. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. ഓ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കളയാൻ നിൽക്കുന്ന ഒരു ദുർവ്യാപാരത്തെയും ദൈവം അനുവദിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. ആലയത്തിൽ വ്യാപരിക്കേണ്ട ദൈവ സാന്നിധ്യത്തെ മതിൽ കെട്ടി അടക്കുന്നത് പോലെ അടച്ചു കളയുന്നതിന് ഇന്ന് രാത്രി ദൈവം എടുത്തു മാറ്റുന്നു. സഹോദരന്മാരെ, ഞാനും നിങ്ങളും ദൈവരാജ്യമാ സ്വപ്നം കാണുന്നേ ആണോ? അതുകൊണ്ട് സങ്കടം കൊണ്ട് പറയുക. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചില് പ്രസംഗിക്കാൻ വിളിച്ചു. 2.5 മണിക്കൂറാ ഭാഷ മീറ്റിംഗ് നടക്കുന്നേ. എന്നോട് പറഞ്ഞു 15 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിക്ക് എത്ര മണിക്കൂറാ? 1.25 മണിക്കൂർ. വചനം പ്രസംഗിക്കുന്ന ആൾക്ക് കമ്മിറ്റിക്ക് ഇവന്മാർ തമ്മി തല്ലിച്ചാവും. കുറിച്ചു വെച്ചോ, കമ്മിറ്റിയും കസേരകളിയും അടിയും ഇത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. ദൈവസഭയ്ക്ക് കമ്മിറ്റിയുടെ അടിയും സെക്കൻഡ് പ്രസിഡന്റും ഖജാൻജിയും തമ്മിലടിയും. പക്ഷേ ദൈവം പണിയും. കക്ഷിത്വമൊക്കെ ഇടിച്ചു കളയണം ഇന്ന് രാത്രി. ഒരു ഹല്ലേലൂയ പറ.
ഈ പുസ്തകം പിടിച്ചോണ്ട് പറയും, എന്റെ പൊന്ന് ദൈവമക്കളെ, ഒരധികാരത്തിന് വേണ്ടി നിൽക്കല്ലേ. ദൈവദാസന്മാരുടെ കണ്ണുനീര് വീഴുന്ന ഒരു പരിപാടിക്ക് നിൽക്കല്ലേ. ഇത് തീയ. ദൈവദാസന്മാരുടെ പ്രാക്ക് മേടിക്കരുത്. ദൈവദാസന്മാർക്കെതിരെയും സഭയുടെ ഒരു വിഷയത്തിലും പ്ലീസ് ഇടപെടരുത്. നിങ്ങളുടെ തലമുറകളെയും ഇടപെടുത്തരുത്. ശാപം വരുന്ന വഴി കാണത്തില്ല. പാസ്റ്റർ പറഞ്ഞില്ലേ 22 വർഷം മുമ്പ് ഞങ്ങളൊരു സഭ വെച്ച് കണ്ടെന്ന്. അതിന്റെ ചരിത്രം പാസ്റ്റർക്ക് അറിയാം. കോടികൾ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വസ്തരായ സ്നേഹിതനാണ്. ഇന്ന് എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? ആരാണ് നടക്കുമ്പോ ബാക്കിലിരുന്ന് കളിയാ ഗെയിങ്കളി. കാരണം ഇട്ടുമൂടാൻ പണം ഉണ്ടെന്നേ. ഇട്ടുമൂടാൻ പണമുണ്ട്. ഇട്ടുമൂടാൻ പണമുണ്ട്. ആരാണ് നടക്കുമ്പോളേ ബാക്കി ഇരുന്നുകൊണ്ട് ഗെയിങ്കളിയാ. ഒരു ദിവസം സങ്കടത്തോടെ പറഞ്ഞാ, ഈ ആരാണ് നടക്കുമ്പോ ആ സാധനം ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ ചൊവ്വെ നിൽക്കേ. കോടികളുടെ ബിസിനസ് ഉണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആൾ ഒളിവിലാ. എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഇതാ ദൈവം. വേറെ എവിടെ വേണേലും കളിക്കാം, പക്ഷെ ഇതിനകത്ത് കളിക്കല്ലേ. അമ്മേ, ഒരു ഇടയനെന്ന നിലയിൽ പറയുക, 97 വട്ട് ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷിക്തനെ പറയുന്നേ, കളിക്കരുത്. ആരാധനയെ ഡൈവേർട്ട് ചെയ്യരുത്. ആരാധന സമയം കവർന്നെടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആരാധനയും മറ്റൊന്നിനും കൊടുക്കരുത്. അത് അപകടമാണ്. അത് അപകടമാ. വെട്ടിച്ചുരുക്കരുതൊന്നും. ആരാധന വെട്ടിച്ചുരുക്കരുത്. ബാക്കിയുള്ള പരിപാടി എല്ലാം ഇത് കഴിഞ്ഞിട്ട് മതി. 84 സങ്കീർത്തനം അറിയാവുന്നവർ ഒന്ന് വേഗം പറഞ്ഞേ. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം. ഈ ചർച്ചിന്റെ പുറകിൽ ഒരു അമ്മച്ചിയുടെ ചരിത്രം പറഞ്ഞു അല്ലേ? അല്ലേ? അമ്മച്ചിയൊക്കെ ഈ മഹത്വം കണ്ടവരാ അല്ലേ? ഇതിന്റെ ചർച്ചിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ആ ന്യൂസ് ലെറ്റർ കുറച്ച് വായിച്ചു. പാസ്റ്റർ എനിക്ക് അയച്ചു തന്നത് വായിച്ചു. കനകരാജൻ ആ ദേവാസന്റെ ആദ്യം തുടങ്ങിയ ലോയിസ് അല്ലേ? ഞാനത് വായിച്ചു. അവരൊക്കെ തുടങ്ങിയത് മസൽ പവറും മണി പവറും കൊണ്ടല്ല, ആത്മാവിലാ തുടങ്ങിയ. അതുകൊണ്ടാണ് ഇത് ഇന്ന് നിൽക്കുന്നേ. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇല്ലെന്നേ. അവിടെ കണ്ണുനീര് കൊണ്ട് ഇതൊക്കെ തകരാതെ നിൽക്കുന്നേ. അവിടെയൊക്കെ കണ്ണുനീരാ ഇത് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നേ. അത് അവരുടെയൊക്കെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഈ അടിസ്ഥാനമായിട്ട് ഇടിഞ്ഞു പോകാതെ നിൽക്കുന്നത്. സമയം പോയി. ഒരു 5 മിനിറ്റ് കൂടി പാസ്റ്റേ, കുഴപ്പമുണ്ടോ? ഒരു 5 മിനിറ്റ് കൂടി എടുത്തോട്ടെ. ഞാനങ്ങ് അടയ്ക്കുക. ഒന്നാമത്തെ ആഗ്രഹം സ്വർഗത്തിൽ. ഇത്രയും വർഷമായില്ലേ എൻ്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുകയല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, വെൽഡൻ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാന്ന് പറഞ്ഞാൽ വെട്ടി താഴോട്ടിട്ടു. പിശാചിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കാത്ത ഒരപ്പനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നേ. ഞാൻ ഇനി ഒരു കാര്യം പറയുന്നു, ആമേൻ പറയേണ്ടവർ ആമേൻ പറയണം. നിനക്കോ നിന്റെ കുടുംബത്തിനെതിരായോ സഭയ്ക്കെതിരെയോ അവന്റെ തന്ത്രങ്ങൾ ഇനി നടക്കത്തില്ല. അവന്റെ ആഗ്രഹങ്ങൾ ഇനി നടക്കത്തില്ല. ഇതിനെ തവിടുപൊടിയാക്കാൻ, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഈ സഭയെ ഛിന്ന ഭിന്നമാക്കാൻ പിശാച് ഒരുക്കിയതിനെ ദൈവമാണ് നിർത്തിയത്. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റർ, ഞാനൊരു പ്രവചനം പോലെ പറയാം. ഒരു പ്രവചനം പോലെ പറയാം. പാസ്റ്റർ, നമ്മൾ ഇന്ന് ഒരുമിച്ച കാണുന്നല്ലേ? ഒരു പ്രവചനം പോലെ പറയാ. പക്ഷിയുടെ തൂവൽ ഊരി കാട്ടിൽ പറത്തുന്നത് പോലെ ഇതിനെ പറത്തി ഇതിന്റെ പേര് പോലും ഇല്ലാതാക്കാൻ, ഇതിനെ നാമാഭിഷമാക്കാൻ പേപ്പർ കീറുന്നത് പോലെ ഈ സഭയെ 4 വലിച്ചു കീറിക്കളയാൻ ശത്രു ഒരുക്കിയ ചില മേഖലകളുടെ നടുവില ഇന്ന് രാത്രി ദൈവസഭ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ജീസസ്, ജീസസ്, ജീസസ്.
നടക്കില്ല, നടക്കില്ല, നടക്കില്ല. പിശാചിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കില്ല. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ പിശാചിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കില്ല. ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നോടൊപ്പം വന്ന് 5 മിനിറ്റ് ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞു. ഒന്നാമത് ആഗ്രഹിച്ചവനെ താഴോട്ട് തട്ടി. ഇല്ലാതെ ഒന്ന് കാണിച്ചേ, കൈ കാണിച്ചേ, ശരിക്ക് കൈ പൊക്കി കാണിച്ചേ. ഒന്നാമത് ആഗ്രഹിച്ചവനെ താഴോട്ട് തട്ടി. അവൻ താഴെ വന്നിട്ട് അവന്റെ ആഗ്രഹം ആദാം ഹവ്വയിൽ ഇഞ്ചക്ട് ചെയ്തു. അവന് മീതെ കയറാൻ, ഇവന് ദൈവത്തെ പോലെയാകാൻ. എങ്ങനെയുണ്ട് പരിപാടി? അവൻ അവരെ പുറത്തോട്ട് തട്ടി. പറ, ഒന്ന് പറ. അവിടെ ആഗ്രഹിച്ചവനെ താഴേക്ക്, ഇവിടെ ആഗ്രഹിച്ചവനെ പുറത്തോട്ട്. മൂന്നാമത് ഒരുത്തൻ ആഗ്രഹിച്ചു അടുത്തൊരു ഫ്ലഡ് വന്നാൽ മുങ്ങിച്ചാകാതിരിക്കാൻ ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാൻ നിമ്രോദ് ആഗ്രഹിച്ചു. ആഗ്രഹിച്ച ആഗ്രഹത്തെ ഒടുവിൽ പണിയാനിറങ്ങിയവൻ പൊളിച്ചു കളഞ്ഞു. ദൈവത്തിനും ദൈവസഭയ്ക്കുമെതിരെ പണിയാൻ നിന്നവനെ ഇന്ന് രാത്രി പൊളിച്ചടുക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. തീർന്നില്ല, തീർന്നില്ല. ദാണ്ട് മറ്റവന് വേറൊരാഗ്രഹം. എന്നറിയാമോ? മിസ്രയീമിൽ നിന്ന് ചോരത്തളി പ്രാപിച്ച് പുറപ്പെട്ടു പോയ ജനത്തെ പിന്തുടരും, ഞാൻ പിടിക്കും, എൻ്റെ ആശ അവനാൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് പുറകെ വന്ന ഫറവോനൊരാഗ്രഹം, നിന്നെ മുടിക്കാൻ ഒരാഗ്രഹം. അവനെ തമ്പുരാൻ മുക്കി. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കേ. അതിന് ഈ ആമേൻ പോരാ, ശക്തിയോടെ ആമേൻ പറയണം. നിന്നെ പിന്തുടരാ, നിന്നെ കൊള്ള പങ്കിടാ, നിന്നെ എത്തിപ്പിടിക്കാൻ വന്നവനെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചില്ല. ഹല്ലേലൂയ എന്ന് പറ. തീർന്നില്ല ആൻറ്റി, തീർന്നില്ല. ആമേൻ. കുമ്പിട്ട് നമസ്കരിക്കാത്ത, ഹാമാന്റെ മുമ്പിൽ വീഴാത്ത മോർദെഖായിയെ ആമേൻ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ തൂക്കാൻ ഹാമാൻ ഒരാഗ്രഹം. കഴുകുമരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ മിസ്സസ് ഹാമാൻ പണി കാണാൻ വന്നതാ. ബംഗാളിയോട് ചോദിച്ചു, എന്നാ കൊച്ച ഈ പണിയുന്നേ? അമ്മ പറഞ്ഞില്ലേ അച്ഛനെ കുമ്പിടാത്ത മോർദെഖായിയെ തൂക്കാനാ. ആരാ പുള്ളി? യഹൂദനാ. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോ പുള്ളിക്കാർത്തിക്ക് മനസ്സിലായി അവൻ പ്രാർത്ഥിക്കുന്നവനാ. സുലൈമാനെ കൊടുത്തിട്ട് പോകുന്നവൊക്കെ ആന്റി പറഞ്ഞു, നിന്റെ യജമാനോട് പറ, നീയൊന്നും അവനെ ജയിക്കത്തില്ല, ജയിക്കത്തില്ല, ജയിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ ശത്രു ജയിക്കത്തില്ല, ആരാധിക്കുന്ന ദൈവസഭയെ ശത്രു ജയിക്കത്തില്ല. ഇത് കുറിച്ചങ്ങ് വെച്ചോ. അവസാനത്തെ 2 മിനിറ്റ്. ആഗ്രഹം സാധിപ്പിച്ചില്ല. ഓക്കെ, ഇത്രയും ആഗ്രഹം സാധിപ്പിക്കാഞ്ഞ തമ്പുരാൻ ഒരനാഥ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, കൊച്ചേ നിന്റെ ആഗ്രഹം എന്നാ പറ, രാജ്യത്തിന്റെ പകുതി ആണേലും ഞാൻ തരാം. അപ്പൊ എനിക്ക് ഇവളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇവിടെ ഇത്രയും ആഗ്രഹം സാധിപ്പിക്കാഞ്ഞ ദൈവം എങ്ങനെയാണ് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചേ? അപ്പൊ അവള് പറയുക, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഉപവസിക്കാൻ കയറിയിരിക്കുക, പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുക. എൻ്റെ അമ്മ ചിറ്റപ്പനില്ലേ, പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തും പ്രാർത്ഥന നടക്കുമ്പോൾ കഴുകുമരം തമ്പുരാൻ മാറ്റി. ഓ ഒരു ഹല്ലേലൂയ പറ. ഇത്രയും സമയം ഞാൻ പുതിയ നിയമത്തിൽ നിന്നാ പറഞ്ഞേ. ആമേൻ. ഇനി ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാകും, പാസ്റ്റർ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞേ, പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ അവർക്ക് വേണ്ടി ഒന്ന്. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അഗായ വഴി ഞാൻ മിഷണറി യാത്ര ചെയ്ത് കറങ്ങി വരവേ റോമ കാണാൻ എനിക്കൊരു ആഗ്രഹം, റോമ സിറ്റി കാണാൻ ഒരു ആഗ്രഹം. ആഗ്രഹിച്ചതിൻ്റെ അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, പൗലോസേ ധൈര്യമായിരിക്ക, നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. റോമിൽ പോകാൻ ആഗ്രഹിച്ച അന്ന് രാത്രി ആഗ്രഹം ദൈവം പ്രോമിസാക്കി. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോ ആഗ്രഹവും ദൈവം വാഗ്ദത്തമാക്കും.
24 അപ്പോസ്തല പ്രവൃത്തി തീരുന്നത് എവിടെയാണെന്നറിയാമോ? അങ്ങനെ അവർ റോമയിൽ എത്തി. ആഗ്രഹിച്ചു, ആഗ്രഹം വാഗ്ദത്തമാക്കി, വാഗ്ദത്തം കൊടുത്ത ദൈവം വാഗ്ദത്തത്തിൽ എത്തിച്ചു. ഒരാമേൻ പറയാൻ പറ്റുമോ? ഒന്ന് ചാടി എഴുന്നേറ്റേ, ഒന്ന് ചാടി എഴുന്നേറ്റേ. ആ 2 വരി ഒന്ന് പാടിയിട്ട് ദൈവദാസന്മാർ വർഷിപ്പ് ചെയ്യും. ആ മെസ്സേജ്, നിന്റെ ആഗ്രഹം ദൈവം എന്താക്കും? വാഗ്ദത്തമാക്കും. വാഗ്ദത്തം തന്ന ദൈവം ഉറപ്പിക്കും. ഒന്ന് പറയാമോ?